മജ്ജിമ നികായ 36 മഹാസച്ചക സൂത്ത. ഈ സൂത്തത്തിൽ സച്ചകനും ഭഗവാനും തമ്മിലുള്ള ചില സംഭാഷണങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഞാൻ ഇങ്ങനെ കേട്ടു. ഒരിക്കൽ ഭഗവാൻ വൈശാലിയിലെ മഹാവനത്തിൽ കൂടകാരശാലയിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് രാവിലെ ഭഗവാൻ വസ്ത്രങ്ങൾ ധരിച്ച് ഭിക്ഷാപാത്രവും ചീവരവും എടുത്ത് രാവിലെ വേശാലിയിൽ ഭിക്ഷാടനത്തിന് പുറപ്പെടാൻ ഒരുങ്ങുകയായിരുന്നു. ആ സമയത്ത് സച്ചകൻ എന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാർ ജൈൻ വർഗത്തിൽപ്പെട്ടവരായിരുന്നു. അദ്ദേഹം നടക്കാനായിട്ട് ഇറങ്ങിയതായിരുന്നു. സച്ചകൻ ആ മഹാവനത്തിൽ കൂടകാരശാലയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആയുഷ്മാൻ ആനന്ദൻ അദ്ദേഹത്തെ ദൂരത്തുനിന്ന് തന്നെ കണ്ടു. എന്നിട്ട് ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു: ബന്ദേ, ജൈന കുടുംബത്തിലെ സച്ചകൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാർ ജൈനവർഗത്തിൽപ്പെട്ടവരാണ്. ഈ വ്യക്തി വാദപ്രതിവാദത്തിൽ അഗ്രഗണ്യനാണ്. മേധാവിയായിട്ടുള്ള ഒരു പ്രാസംഗികനും ആണ്. വളരെയധികം വ്യക്തികൾ സച്ചകനെ ഒരു മഹാപുരുഷനായിട്ടാണ് കരുതുന്നത്. സച്ചകൻ ബുദ്ധനെയും ധർമ്മത്തിനെയും സംഘത്തിനെയും വിമർശിക്കുന്ന വ്യക്തിയാണ്. അതിനാൽ ബന്ദേ, അനുകമ്പയാൽ കുറച്ച് സമയം കൂടി ഇരിക്കാൻ കനിവുണ്ടാകണം. അപ്പോൾ ഭഗവാൻ തനിക്ക് വേണ്ടി വിരിച്ച ഇരിപ്പിൽ ആസനസ്ഥനായി. അപ്പോൾ സച്ചകൻ ഭഗവാന്റെ അടുത്ത് പോയി അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു. അതിനുശേഷം കുശല പ്രശ്നങ്ങൾ നടത്തി. അതിനുശേഷം ഒരു ഭാഗത്ത് ഇരുന്നു. എന്നിട്ട് ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു: ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്. അവർ കായഭാവനയാണ് കൂടുതൽ ചെയ്യുന്നത്. അവർ ചിത്തഭാവന ചെയ്യുന്നില്ല. കായഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം കൊണ്ടുള്ള അഭ്യാസം. ഭാവന എന്ന വാക്കിന് വീണ്ടും വീണ്ടും അഭ്യസിക്കുക എന്നാണ് അർത്ഥം. ശരീരം കൊണ്ടുള്ള അഭ്യാസം എന്ന് പറയുന്ന സമയത്ത് ശരീരം കൊണ്ടുള്ള തപശ്ചര്യ, അതിനെയാണ് പറയുന്നത്. അതേപോലെ തന്നെ മനസ്സിൻ്റെ ഭാവന, ചിത്തഭാവന എന്ന് പറയുന്ന സമയത്ത് മനസ്സിനെ വീണ്ടും വീണ്ടും അഭ്യസിപ്പിക്കുക. അവർക്ക് അധികം ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് കായഭാവന കൂടുതൽ ചെയ്യുന്ന വ്യക്തികൾക്ക് അവർക്ക് ശരീരത്തിൽ ഒരുപാട് ദുഃഖത അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ ഒരാൾക്ക് ഒരു സമയത്ത് സംഭവിച്ചു. അവരുടെ തുടകൾക്ക് പക്ഷാഘാതം സംഭവിച്ചു. അവരുടെ ഹൃദയം പൊട്ടി. അവരുടെ മുഖത്തുനിന്ന് രക്തം പുറത്തു വന്നു. അവർ ഭ്രാന്തരായി. മനസ്സിൻ്റെ സമനില അവർക്ക് തെറ്റി. അതായത് കഠിനമായിട്ടുള്ള തപശ്ചര്യ ചെയ്തുകൊണ്ട് ചിലർ പാരലിസ്ഡായി. അതേപോലെ തന്നെ അവരുടെ ഹൃദയം പൊട്ടി, മൂക്കിൽ നിന്ന് ചൂടുള്ള രക്തം പുറത്തേക്ക് വന്നു എന്നെല്ലാമാണ് പറയുന്നത്. ഇത് സാധാരണയായിട്ട് പലപ്പോഴും സംഭവിക്കാറുണ്ട്. തെറ്റായിട്ടുള്ള ധ്യാനം ചെയ്യുന്ന സമയത്ത് പലർക്കും മനസ്സിൻ്റെ സമനില തെറ്റാറുണ്ട്. ധ്യാനത്താൽ ഭ്രാന്തന്മാർ ആകുന്ന വ്യക്തികളെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം തെറ്റായിട്ടുള്ള ധ്യാനമാണ്. അത് വ്യക്തികളുടെ പ്രശ്നമല്ല, ധ്യാനത്തിൻ്റെ പ്രശ്നം ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതെങ്കിലും ധ്യാനത്താൽ ആർക്കെങ്കിലും സമനില തെറ്റുകയാണ്, അവർക്ക് ഭ്രാന്ത് പിടിക്കുകയാണ് എങ്കിൽ അത് ധ്യാനത്തിൻ്റെ പ്രശ്നമാണ് എന്ന് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. കാരണം ശരിയായിട്ടുള്ള ധ്യാനമാണെങ്കിൽ ഒരിക്കലും ഒരു വ്യക്തിക്ക് ഭ്രാന്ത് പിടിക്കില്ല. നമ്മൾ ധ്യാനിച്ചതിന് ശേഷം നമുക്ക് ഭ്രാന്ത് പിടിക്കുകയാണെങ്കിൽ പ്രശ്നം ധ്യാനത്തിൻ്റെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശരിയായിട്ടുള്ള ധ്യാനം ഒരു മനുഷ്യനെ ഭ്രാന്തമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ശരിയായിട്ടുള്ള അവസ്ഥയിലേക്കാണ് കൊണ്ടുവരിക. മിക്കവാറും 1 പോയിൻറ്റഡ് കോൺസെൻട്രേഷൻ ആയിട്ടുള്ള ധ്യാനങ്ങളാണ് ഇപ്രകാരം മനസ്സിൻ്റെ സമനില തെറ്റിപ്പിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? കാരണം അവരുടെ മനസ്സ് ശരീരത്തിന് അടിമയാണ്. ശരീരത്തിന് മനസ്സിൻ്റെ മേൽ ആധിപത്യമുണ്ട്. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അഭാവിതത്ത ചിത്തസ്, അവരുടെ ചിത്തത്തെ അവർ ഭാവന ചെയ്തിട്ടില്ല. അതായത് ചിത്തത്തിന് അവർ അഭ്യാസം കൊടുത്ത് അതിനെ വശത്താക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്. അവർ ചിത്തഭാവന അഭ്യസിക്കാറുണ്ട്. അവർ കായഭാവന അഭ്യസിക്കാറില്ല. അവർ മനസ്സിൻ്റെ ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങൾ അനുഭവിച്ച് വിഷമിക്കാറുണ്ട്. ചേതസികം ദുഃഖം, അതായത് മനസ്സിൻ്റെ ദുഃഖം അവർക്ക് ഉണ്ടാകുന്നു. ഇങ്ങനെ ഒരാൾക്ക് ഒരിക്കൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ കാലുകളിൽ തുടകൾക്ക് പക്ഷാഘാതം സംഭവിച്ചു. അവരുടെ ഹൃദയം പൊട്ടി. അവരുടെ വായിൽ നിന്ന് ചൂടുള്ള രക്തം പുറത്തു വന്നു.
അവർ ഭ്രാന്തന്മാരായി. അവരുടെ മനോനില തെറ്റി. അവരുടെ ശരീരം മനസ്സിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. മനസ്സിന് ശരീരത്തിൻ്റെ മേൽ നിയന്ത്രണമുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ അവർ കായഭാവന അഭ്യസിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ എനിക്ക് ഇങ്ങനെ തോന്നുന്നു, ഗൗതമശാസ്താവിൻ്റെ ശിഷ്യന്മാർ ചിത്തഭാവനയാണ് അഭ്യസിക്കേണ്ടത്, കായഭാവന അഭ്യസിക്കരുത്. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, അഗ്നിവേശന, കായഭാവനയെപ്പറ്റി താങ്കൾ എന്താണ് കേട്ടിട്ടുള്ളത്? ഇവിടെ അഗ്നിവേശന എന്ന വാക്ക് സച്ചകനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്നതാണ്. അതായത് അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ, യജ്ഞം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നവരെ അഗ്നിവേശന എന്ന് ആ സമയത്ത് വിളിക്കുമായിരുന്നു. കായഭാവനയെപ്പറ്റി അഗ്നിവേശൻ എന്താണ് കേട്ടിട്ടുള്ളത്? ഉദാഹരണമായിട്ട് നമ്മൾക്ക് ഇവരെ പറ്റി ആലോചിക്കാം. നന്ദവച്ച, കിസ സംഖിച്ച, മക്കലി ഗോസാല, ഇവർ നഗ്നരായിട്ടാണ് നടക്കുന്നത്. സമുദായത്തിൻ്റെ ആചാര്യമര്യാദകളെ ഇവർ പാലിക്കാറില്ല. അവർ സ്വന്തം കൈകളെ നക്കുന്നു. ആരെങ്കിലും വരാൻ പറഞ്ഞാലോ നിൽക്കാൻ പറഞ്ഞാലോ അവർ അനുസരിക്കാറില്ല. അവർക്കായിട്ട് കൊണ്ടുവരുന്ന ഭക്ഷണത്തെ അവർ സ്വീകരിക്കാറില്ല. അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഭക്ഷണം സ്വീകരിക്കാറില്ല. ഭക്ഷണത്തിന് അവരെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ക്ഷണം സ്വീകരിക്കാറില്ല. ഇതെല്ലാം പലതരത്തിലുള്ള തപശ്ചര്യകളായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. പല രീതിയിലുള്ള തപശ്ചര്യകൾ അവർ ചെയ്യുമായിരുന്നു. ചിലർ പട്ടിയെ പോലെ ജീവിക്കുമായിരുന്നു, ചിലർ പശുവിനെ പോലെ ജീവിക്കുമായിരുന്നു. അങ്ങനെയുള്ള തപശ്ചര്യകളെല്ലാം അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അവർ ഒരു കുടത്തിൽ നിന്നോ പാത്രത്തിൽ നിന്നോ ഉള്ള ഒരു സാധനവും സ്വീകരിക്കാറില്ല. ചെമ്മരിയാട്, അതേപോലെ തന്നെ ആയുധം, കൈക്കോട്ട് ഇവ വയ്ക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഒന്നും സ്വീകരിക്കാറില്ല. അതായത് വീട്ടിൽ ചെമ്മരിയാടോ ആയുധമോ കൈക്കോട്ടോ ഉണ്ടെങ്കിൽ അവരിൽ നിന്നൊന്നും സ്വീകരിക്കാറില്ല. ദമ്പതികൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്, അല്ലെങ്കിൽ ഗർഭവതിയായിട്ടുള്ള ഒരു സ്ത്രീ ആ വീട്ടിലുണ്ട്, മുലയൂട്ടുന്ന ഒരു സ്ത്രീ ആ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഒരു പുരുഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും വീട്ടിൽ ഒരു പട്ടി കാത്തുകൊണ്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഈച്ചകൾ പറക്കുന്ന സ്ഥലം, ഇവിടെ നിന്നൊന്നും അവർ ഒന്നും തന്നെ കഴിക്കാറില്ല. അവർ മത്സ്യമോ മാംസമോ മദ്യമോ വൈനോ കഴിക്കുന്നില്ല. അവർ ബിയറും കുടിക്കാറില്ല. സുരാമെരയ്യ മദ്യപമാദഠാനം എന്ന് നമ്മൾ ശീലത്തിൽ വായിച്ചിട്ടുണ്ട്. അതെല്ലാം മദ്യത്തിൻ്റെ തന്നെ പലതരം വകഭേദമാണ്. അവർ ഒരു വീട്ടിൽ മാത്രം ഭിക്ഷയ്ക്ക് പോകുന്നു, ഒരു കവിൾ മാത്രം ഭക്ഷണം കഴിക്കുന്നു. അല്ലെങ്കിൽ 2 വീടുകളിൽ ഭിക്ഷയ്ക്ക് പോകുന്നു, 2 കവിൾ മാത്രം ഭക്ഷണം കഴിക്കുന്നു. അല്ലെങ്കിൽ 7 വീടുകളിൽ ഭിക്ഷയ്ക്ക് പോകുന്നു, എന്നിട്ട് 7 കവിൾ ഭക്ഷണം കഴിക്കുന്നു. അതായത് ഇതെല്ലാം പണ്ടത്തെ തപശ്ചര്യയിൽ പെടുന്നതാണ്. സാധാരണ വ്യക്തികൾ തപസ്സിലേർപ്പെടുന്ന സമയത്ത് അവർ വിചാരിക്കും, ഞാൻ ഇന്ന് 3 വീടുകളിൽ മാത്രം ഭിക്ഷയ്ക്ക് പോകും, അവിടെ നിന്ന് എന്ത് കിട്ടിയോ അത് കഴിക്കും, ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ വിശന്നിരിക്കും. ഈ രീതിയിലുള്ള ചില തപശ്ചര്യകളായിരുന്നു അവർ സ്വീകരിച്ചെത്തുന്നത്. അവർ ഒരു സോസർ ഭക്ഷണം മാത്രമേ ഒരു ദിവസം കഴിക്കുകയുള്ളൂ, അല്ലെങ്കിൽ 2 സോസർ ഭക്ഷണം, അല്ലെങ്കിൽ 7 സോസർ ഭക്ഷണം ഒരു ദിവസം കഴിക്കും. സോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണയായിട്ട് കറിയെല്ലാം എടുക്കുന്ന ചെറിയ കട്ടോരി, അതിനെയാണ് സോസർ എന്ന് വിളിക്കുക. അതായത് വളരെ കമ്മിയായിട്ടുള്ള ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ എന്നാണ് ഇതിനർത്ഥം. അവർ ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ കഴിക്കാറുള്ളൂ, 2 ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ കഴിക്കാറുള്ളൂ, 7 ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ കഴിക്കാറുള്ളൂ, 14 ദിവസത്തിൽ ഒരിക്കൽ മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ. അവർ ചില ഇടവേളയിൽ മാത്രം ഭക്ഷണം കഴിക്കുന്ന വ്യക്തികളാണ്. അതായത് അവർ ഇങ്ങനെ വിചാരിക്കുന്നു, ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ എന്നവർ വിചാരിച്ചു കഴിഞ്ഞാൽ അവർ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. അതെല്ലാം അവരുടെ തപശ്ചര്യയിൽ പെട്ടതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, അഗ്നിവേശന, അവർ ഈ വളരെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് തന്നെയാണോ കഴിഞ്ഞുകൂടുന്നത്? സച്ചകൻ പറഞ്ഞു, ഇല്ല ഗൗതമശാസ്താവേ, ചില സമയത്ത് അവർ വളരെ സമ്പന്നമായിട്ടുള്ള പുതുതായിട്ട് ഉണ്ടാക്കിയ പാചകം ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ട്. അതേപോലെ തന്നെ സമ്പന്നമായിട്ടുള്ള അധികം പലതരത്തിലുള്ള പാനീയങ്ങളും അവർ കുടിക്കാറുണ്ട്. അവർ അങ്ങനെ അവരുടെ ശരീരത്തിൻ്റെ ബലത്തെ തിരിച്ചു കൊണ്ടുവരുന്നു, ശരീരത്തെ വർദ്ധിപ്പിക്കുന്നു, അവർ തടിക്കുന്നു. അവർ നേരത്തെ എന്ത് ഉപേക്ഷിച്ചോ
അതിനുശേഷം അവർക്ക് അതേ സാധനം തന്നെ അവർ കഴിക്കുന്നു. അതുകൊണ്ടാണ് അവരുടെ ശരീരം തടിക്കുകയും മെലിയുകയും ചെയ്യുന്നത്. അഗ്നിവേശന, ചിത്തഭാവന എന്നതിനെപ്പറ്റി താങ്കൾ എന്താണ് കേട്ടിട്ടുള്ളത്? ഭഗവാൻ സച്ചകനോട് ചിത്തഭാവനയെപ്പറ്റി പറയാൻ പറഞ്ഞപ്പോൾ ആ വ്യക്തി മൗനനായി. അപ്പോൾ ഭഗവാൻ സച്ചകനോട് പറഞ്ഞു, താങ്കൾ നേരത്തെ പറഞ്ഞ കായഭാവന എന്നുള്ളത് ആര്യന്മാരുടെ ധർമ്മവിനയത്തിൽ കായഭാവന അല്ല. താങ്കൾക്ക് കായഭാവനയെക്കുറിച്ച് തന്നെ മനസ്സിലായിട്ടില്ല എങ്കിൽ ചിത്തഭാവനയെക്കുറിച്ച് താങ്കൾ എന്തു മനസ്സിലാക്കാനാണ്? എന്നാലും അഗ്നിവേശന, എങ്ങനെയാണ് ഒരു വ്യക്തി കായഭാവന ചെയ്യാതിരിക്കുന്നത്, ചിത്തഭാവന ചെയ്യാതിരിക്കുന്നത്? എങ്ങനെയാണ് ഒരു വ്യക്തി കായഭാവന ചെയ്യുന്നത്, ചിത്തഭാവന ചെയ്യുന്നത്? കേൾക്കുക, വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക, ഞാൻ പറയാം. ശരി ബന്ധേ എന്ന് പറഞ്ഞ് സച്ചകൻ പ്രത്യുത്തരം കൊടുത്തു. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു, എങ്ങനെയാണ് ഒരു വ്യക്തി കായഭാവനയും ചിത്തഭാവനയും ചെയ്യാതിരിക്കുന്നത്? ഒരു സാധാരണ വ്യക്തിയുടെ കാര്യം എടുക്കുക. ഇവിടെ സാധാരണ വ്യക്തിയെ പുതുജനം എന്നാണ് പറയുന്നത്. ആ വ്യക്തിയുടെ ശരീരത്തിൽ സുഖ സംവേദന ഉണ്ടാകുന്നു എന്ന് കരുതുക, സുഖമായിട്ടുള്ള അനുഭവം ഉണ്ടാകുന്നു എന്ന് കരുതുക. അവർക്ക് സുഖ സംവേദന ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് അതിൽ വളരെ ആസക്തി ഉണ്ടാകുന്നു, രാഗമുണ്ടാകുന്നു. അതിനുശേഷം ആ സുഖവേദന അവസാനിക്കുന്നു, സുഖാനുഭവം അവസാനിക്കുന്നു. അത് നിൽക്കുന്ന സമയത്ത് പിന്നീട് ഒരു ദുഃഖ സംവേദനയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ അവർക്ക് ദുഃഖാനുഭവം ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് അതിൽ സങ്കടമുണ്ടാകുന്നു, വിലപിക്കുന്നു, നെഞ്ചത്ത് അടിച്ച് കരയുന്നു. അത് കാരണം അവർ സ്മൃതിഭ്രംശർ ആകുന്നു, സമ്മോഹിതരാകുന്നു. അവർ കായഭാവന ചെയ്യാത്തതുകൊണ്ട് അവരുടെ മനസ്സ് ആ സുഖാനുഭവത്തിൽ ആസക്തരാകുന്നു. അവർ ചിത്തഭാവന ചെയ്യാത്തതുകൊണ്ട് ആ ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങളിൽ അവരുടെ മനസ്സ് പ്രയാസത്തിലാകുന്നു. ആരുടെ മനസ്സാണോ ഇത്തരം സുഖാനുഭവത്തിലും അതേപോലെ തന്നെ ദുഃഖാനുഭവത്തിലും ആസക്തമാകുന്നത്, അവർ കായഭാവനയോ ചിത്തഭാവനയോ അഭ്യസിച്ചിട്ടില്ല. അഗ്നിവേശന, എങ്ങനെയാണ് ഒരു വ്യക്തി കായഭാവനയും ചിത്തഭാവനയും അഭ്യസിക്കുന്നത്? ഒരു ആര്യ ശ്രാവകൻ്റെ കാര്യത്തെ എടുക്കുക. ഇവിടെ ആര്യ ശ്രാവകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനിൽ നിന്നോ അല്ലെങ്കിൽ ഭിക്ഷുക്കളിൽ നിന്നോ ധർമ്മദീക്ഷ സ്വീകരിച്ചിട്ടുള്ളവർ എന്നാണ് അർത്ഥം. ശരിയായിട്ടുള്ള ധർമ്മം കേട്ടിട്ടുള്ളവർ എന്നാണ് അർത്ഥം. ഒരു ആര്യ ശ്രാവകന് സുഖമായിട്ടുള്ള അനുഭവം ഉണ്ടാകുന്നു, അവൻ അനുഭവിക്കുന്നു. അവർക്ക് സുഖാനുഭവം ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ആ സുഖാനുഭവത്തോട് രാഗം അല്ലെങ്കിൽ ആസക്തി ഉണ്ടാകുന്നില്ല. അതിനുശേഷം ആ സുഖാനുഭവം നിൽക്കുന്നു. ആ സുഖാനുഭവം ഇല്ലാതാകുന്ന സമയത്ത് ഒരു ദുഃഖത്തിൻ്റെ അനുഭവം അവരിൽ ഉണരുന്നു. അങ്ങനെ അവർക്ക് ദുഃഖാനുഭവം ഉണ്ടാകുന്ന സമയത്ത് അതിൽ അവർ ശോകിതരാകുന്നില്ല, സങ്കടപ്പെടുന്നില്ല, കരയുന്നില്ല, നെഞ്ചത്തടിച്ച് വിലപിക്കുന്നില്ല, സമൂഹത്തിലാകുന്നില്ല. എന്തെന്നാൽ അവരുടെ കായഭാവന പൂർത്തിയായതിനാൽ സുഖാനുഭവങ്ങളിൽ അവരുടെ മനസ്സ് പെടുന്നില്ല. അവർ ചിത്തഭാവന വർദ്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ദുഃഖകരമായിട്ടുള്ള അനുഭവത്തിൽ അവരുടെ മനസ്സ് പ്രയാസപ്പെടുന്നില്ല. ആരുടെ മനസ്സാണോ സുഖാനുഭവത്തിലും ദുഃഖാനുഭവത്തിലും പെടാതിരിക്കുന്നത്, അവർ കായഭാവന ചെയ്തിട്ടുള്ളവരാണ്, ചിത്തഭാവന ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ സച്ചകൻ ഇടയ്ക്ക് കയറി പറഞ്ഞു, എനിക്കറിയാം ഗൗതമശാസ്ത്ര കായഭാവനയും ചിത്തഭാവനയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അഗ്നിവേശന, നിങ്ങളുടെ വാക്കുകൾ ഇടയ്ക്ക് പ്രയോഗിച്ചതാണ്, ആവശ്യമില്ലാതെ പറഞ്ഞതാണ്. എന്നിരുന്നാലും ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരുന്നതാണ്. ഞാൻ എൻ്റെ തലമുടിയും താടിയും വടിച്ച അന്നു മുതൽ, കാഷായ വസ്ത്രം ധരിച്ച അന്നു മുതൽ, ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയായിട്ടുള്ള അന്നു മുതൽ ഒരു തരത്തിലുള്ള സുഖാനുഭവവും ഒരു തരത്തിലുള്ള ദുഃഖ അനുഭവവും എൻ്റെ മനസ്സിനെ ബാധിച്ചിട്ടില്ല. അതായത് ഏത് തരത്തിലുള്ള സുഖത്തിൻ്റെ അനുഭവമായാലും അതിൽ രാഗമുണ്ടായിട്ടില്ല, എത്ര തന്നെ ദുഃഖത്തിൻ്റെ അനുഭവമുണ്ടായാലും അതിൽ ദേഷ്യമുണ്ടായിട്ടില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ സച്ചകൻ വീണ്ടും പറഞ്ഞു,
ഒരുപക്ഷെ മനസ്സിനെ ബാധിക്കാവുന്ന തരത്തിലുള്ള സുഖാനുഭവമോ ദുഃഖാനുഭവമോ ഒരു പക്ഷേ ഗൗതമ ശാസ്താവിന് ഉണ്ടായിരിക്കില്ല. അതായത് അത്ര വലിയ സുഖാനുഭവമോ ദുഃഖാനുഭവമോ താങ്കൾക്ക് ഒരുപക്ഷെ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് അത് താങ്കളെ ബാധിക്കാതിരുന്നത് എന്നാണ് സച്ചകൻ പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അഗ്നിവേശന, ഞാൻ അങ്ങനെ തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ സംബോധി പ്രാപിക്കുന്നതിന് മുൻപ്, ഞാൻ ബോധിസത്വനായിരുന്ന കാലത്ത് സംബോധിക്ക് വേണ്ടി പ്രയത്നിച്ചിരിക്കുന്ന ആ സമയത്ത് എനിക്ക് ഇങ്ങനെ തോന്നി. ഗൃഹസ്ഥ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് തടസ്സങ്ങൾ ഉള്ളതാണ്, ഒരുപാട് കളങ്കങ്ങൾ ഉള്ളതാണ്. എന്നാൽ സന്യാസ ജീവിതം സ്വാതന്ത്ര്യമുള്ള ജീവിതമാണ്. ഗൃഹസ്ഥ ജീവിതം നയിച്ചുകൊണ്ട് ശങ്കിനെ പോലെ പരിശുദ്ധമായിട്ടുള്ള ആധ്യാത്മിക ജീവിതം നയിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനാൽ ഞാൻ എൻ്റെ താടിയും മുടിയും വടിച്ച് കാഷായ വസ്ത്രം ധരിച്ച് ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയാകേണ്ടതുണ്ട്. അതിനുശേഷം കുറേ സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ തലമുടി മുഴുവൻ കറുത്തിരിക്കുന്ന അവസ്ഥയിൽ, യൗവനത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ, എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയത്ത് എൻ്റെ അച്ഛനും അമ്മയും അത് ഒരിക്കലും സമ്മതിച്ചിരുന്നില്ല. അവർക്ക് അതിന് ആഗ്രഹമുണ്ടായിരുന്നില്ല. അവർ ഒരുപാട് കരഞ്ഞു. എന്നാലും ഞാൻ എൻ്റെ താടിയും മുടിയും വടിച്ച് കാഷായ വസ്ത്രം ധരിച്ച് ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയായി. ഞാൻ സന്യാസിയായതിനു ശേഷം എന്താണ് കുശലകരമായിട്ടുള്ള കാര്യം എന്ന് അന്വേഷിക്കുന്നതിന് ഞാൻ പുറപ്പെട്ടു. ഏറ്റവും ഉത്തമമായിട്ടുള്ള ശാന്തി ഏത് എന്ന് അറിയുന്നതിന് ഞാൻ പുറപ്പെട്ടു. അതിനുശേഷം ഞാൻ ആലാര കലാമയെ സമീപിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, സുഹൃത്തെ കലാമ, ഞാൻ താങ്കളുടെ ഈ ധർമ്മ വിനയത്തിൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ആധ്യാത്മിക ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നു. ധമ്മ വിനയം എന്ന് പറയുന്നത്, ധമ്മം എന്ന് പറയുന്നത് ടീച്ചിങ്, വിനയം എന്ന് പറയുന്നത് അതിൻ്റെ റൂൾസ്, നിയമങ്ങൾ. അപ്പോൾ ആലാര കാലാമൻ ഇങ്ങനെ പ്രത്യുത്തരം തന്നു, തീർച്ചയായിട്ടും താങ്കൾക്ക് അത് കഴിയും. പ്രജ്ഞാവാനായിട്ടുള്ള ഏതൊരു പുരുഷനും ഈ ധർമ്മം സ്വന്തം അനുഭവത്തിൽ അനുഭവിച്ച് ജീവിക്കാൻ സാധിക്കും. ഞാൻ പെട്ടെന്ന് തന്നെ ആ ധർമ്മത്തെ മനഃപ്പാഠമാക്കി. ആ ധർമ്മത്തിൻ്റെ ആലാപനം ഞാൻ മനസ്സിലാക്കി. ഞാൻ ആ ധർമ്മത്തെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ആ ധർമ്മത്തെ മനസ്സിലാക്കി ദർശിച്ചു എന്ന് ഞാൻ പറഞ്ഞു. അത് തന്നെയാണ് മറ്റുള്ളവരും പറഞ്ഞത്. അതിനുശേഷം എനിക്ക് ഇങ്ങനെ തോന്നി, വെറും ശ്രദ്ധ കൊണ്ടല്ല ആലാര കലാമൻ ഇങ്ങനെ പറഞ്ഞത്. ഞാൻ ധർമ്മത്തെ എൻ്റെ ഉള്ളിൽ ദർശിച്ച് അറിഞ്ഞു. അത് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും കാലാമൻ ധ്യാനിച്ച് ആ സത്യത്തെ അറിഞ്ഞു, ദർശിച്ചു. അതിനാൽ ഞാൻ ആലാര കലാമൻ്റെ അടുത്ത് പോയി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, സുഹൃത്തെ കലാമ, ഈ ധർമ്മത്തെ താങ്കൾ സ്വന്തം ദർശനത്താൽ ഏതറ്റം വരെയാണ് കണ്ടത്? ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അകിഞ്ചനായതനം. അകിഞ്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥ. നമ്മൾ ധ്യാനിച്ച് ഏഴാമത്തെ ധ്യാനമാകുന്ന സമയത്ത് അവിടെ ഒന്നുമില്ലാത്ത ഒരവസ്ഥ വരും. അതായത് അവിടെ സംവേദന നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നില്ല. മണിക്കൂറുകളോളം യാതൊരുവിധ ചിന്തയുമില്ല. മനസ്സ് വളരെ ജാഗ്രതയാണ്. പക്ഷേ ആ സമയത്ത് നമ്മൾക്ക് ഒന്നും അറിയാൻ സാധിക്കുന്നില്ല. അവിടെ ചിന്തകളെല്ലാം ഒടുങ്ങുന്ന ഒരു അവസ്ഥയാണ്. ഒട്ടും തന്നെ ചിന്തയില്ലാതെ നമ്മൾക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ സ്വസ്ഥമായിട്ടിരുന്ന് ധ്യാനിക്കാൻ സാധിക്കും. യാതൊരുവിധ ചിന്തകളും അവിടെ ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ആ കിഞ്ചനം എന്ന് പറയുന്നത്. ഒന്നും തന്നെ അവിടെ ഇല്ല. അതായത് ആലാര കലാമൻ അകിഞ്ചനായതന എന്ന ധ്യാനാവസ്ഥ വരെ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി, ആലാര കലാമിന് മാത്രമല്ല ശ്രദ്ധയുള്ളത്, എനിക്കും ശ്രദ്ധയുണ്ട്. ആലാര കലാമിന് മാത്രമല്ല വീര്യമുള്ളത്, എനിക്കും വീര്യമുണ്ട്. ആലാര കലാമിന് മാത്രമല്ല സതി അല്ലെങ്കിൽ ജാഗ്രതയുള്ളത്, എനിക്കും സതിയുണ്ട്. ആലാര കലാമിന് മാത്രമല്ല സമാധിയുള്ളത്, എനിക്കും സമാധിയുണ്ട്. ആലാര കലാമിന് മാത്രമല്ല പ്രജ്ഞയുള്ളത്, എനിക്കും പ്രജ്ഞയുണ്ട്. ആലാര കലാമൻ സ്വന്തം ദർശനത്താൽ അറിഞ്ഞ ആ ധർമ്മത്തെ മനസ്സിലാക്കാൻ ഞാൻ എന്തുകൊണ്ട് പ്രയത്നിക്കുന്നില്ല? അതിനുശേഷം ഞാൻ സ്വന്തം പ്രയത്നത്താൽ ആ ധർമ്മത്തെ എൻ്റെ ഉള്ളിൽ സാക്ഷാത്കരിച്ചതിന് ശേഷം ഞാൻ ജീവിക്കാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ ആലാര കലാമൻ്റെ അടുത്ത് പോയി. എന്നിട്ട് അദ്ദേഹത്തിനോട് ഇങ്ങനെ പറഞ്ഞു, സുഹൃത്തെ ആലാര കലാമ, താങ്കൾ ഈ അവസ്ഥ വരെയാണോ ധർമ്മത്തെ താങ്കളുടെ ഉള്ളിൽ സ്വയം ദർശിച്ചത്?
ദർശനം നേടിയതിന് ശേഷം താങ്കൾ ജീവിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതേ സുഹൃത്തെ, ഞാനും ഇതേ ധർമ്മത്തെ എൻ്റെ ജ്ഞാനദർശനം കൊണ്ട് ഇതുവരെ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ജീവിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ വളരെ ഭാഗ്യവാനാണ് സുഹൃത്തെ, നമ്മൾ വളരെ വളരെ ഭാഗ്യവാന്മാരാണ്. താങ്കളെ ഒരു സബ്രഹ്മചര്യയായിട്ട് കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ധർമ്മത്തെ ഞാൻ സ്വന്തം ദർശനത്താൽ മനസ്സിലാക്കി, എന്നിട്ട് അത് മനസ്സിലാക്കി എന്ന് പ്രഖ്യാപിച്ചു. താങ്കളും ആ ധർമ്മത്തെ താങ്കളുടെ സ്വന്തം അനുഭവത്താൽ മനസ്സിലാക്കിയതിന് ശേഷം മനസ്സിലാക്കി എന്ന് താങ്കളും പറഞ്ഞു. എനിക്കറിയാവുന്ന ധർമ്മത്തെ താങ്കൾക്കും അറിയാം, താങ്കൾക്കറിയാവുന്ന ധർമ്മത്തെ എനിക്കും അറിയാം. ഞാൻ താങ്കളെപ്പോലെയാണ്, താങ്കൾ എന്നെപ്പോലെയാണ്. വരൂ സുഹൃത്തെ, നമ്മൾക്ക് രണ്ടുപേർക്കും കൂടി ഈ സമൂഹത്തിന് നേതൃത്വം നൽകാം. അങ്ങനെയാണ് എൻ്റെ ഗുരു ആലാര കലാമൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള എന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് തന്നെ പ്രതിഷ്ഠിച്ചത്. എന്നിട്ട് എന്നെ വളരെയധികം പ്രശംസിച്ചു. അതിനുശേഷം എനിക്ക് ഇങ്ങനെ തോന്നി, ഈ ധർമ്മം എന്നത് മോഹക്ഷയത്തിന് കാരണമല്ല, രാഗമില്ലായ്മയ്ക്ക്, ശാന്തിക്ക്, നിരോധത്തിന്, സ്വയദർശനത്തിന്, സംബോധിക്ക്, നിബ്ബാണത്തിന് കാരണമല്ല. അകിഞ്ചനായതനം എന്ന ലോകത്ത് പുനർജന്മം തരിക മാത്രമേ ഈ ധർമ്മം ചെയ്യുകയുള്ളൂ. ഈ ധർമ്മം പൂർണ്ണമല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഹതാശയനായിട്ട് ഞാൻ ആ ധർമ്മത്തെ ഉപേക്ഷിച്ചു. അതായത് ആ ധർമ്മം, ആലാര കലാമൻ്റെ ആ ധർമ്മം മുക്തിക്ക് കാരണമല്ല, നിബ്ബാണം ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയതിനാൽ ഞാൻ അതിനെ ഉപേക്ഷിച്ചു. വീണ്ടും കുശലകരമായിട്ടുള്ളതിനെ അന്വേഷിച്ച് ഞാൻ വീണ്ടും പുറപ്പെട്ടു. ഏറ്റവും ഉന്നതമായിട്ടുള്ള ശാന്തി എവിടെ കിട്ടും എന്ന് അന്വേഷിച്ച് ഞാൻ പുറപ്പെട്ടു. അതിനാൽ രാമപുത്രനായിട്ടുള്ള ഉദകനെ ഞാൻ സമീപിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ സാധാരണയായിട്ട് ഉദകരാമപുത്രൻ എന്നാണ് പറയുന്നത്. രാമൻ്റെ പുത്രനായിട്ടുള്ള ഉദകൻ. രാമൻ 8ാമത്തെ ധ്യാനം വരെ പോയിട്ടുണ്ട്. ആ ധ്യാനത്തിലേക്കുള്ള വഴി തൻ്റെ പുത്രനായിട്ടുള്ള ഉദകനും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഉദകന് ആ അവസ്ഥ വരെ പോകാൻ ഭയമായിരുന്നു. അതിനാൽ ഉദകൻ ആ അവസ്ഥ വരെ അഭ്യസിച്ചിട്ടില്ല. പക്ഷേ അതിനുള്ള വഴി ഉദകൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഉദകന് ആ അവസ്ഥയെ ഭയമായിരുന്നു. ചിലപ്പോൾ താൻ തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലോ എന്ന ഭയം ഉദകനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉദകനോട് ഇങ്ങനെ പറഞ്ഞു, സുഹൃത്തെ, ഞാൻ താങ്കളുടെ ധമ്മവിനയത്തിൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ആധ്യാത്മിക ജീവിതം താങ്കളുടെ ഈ ധർമ്മവിനയത്തിൽ ഞാൻ നയിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഉദകൻ ഇങ്ങനെ പറഞ്ഞു, ആയിക്കോട്ടെ സുഹൃത്തെ, യാതൊരു വിരോധവുമില്ല. ഈ ധർമ്മം ഇങ്ങനെയുള്ളതാണ്. പ്രജ്ഞവാനായിട്ടുള്ള ഒരു പുരുഷന് സ്വയദർശനത്താൽ ഈ ധർമ്മത്തെ അനുഭവിക്കാൻ സാധിക്കും. അനുഭവിച്ചതിന് ശേഷം അവർക്ക് ജീവിക്കാൻ സാധിക്കും. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ആ ധർമ്മത്തെ ഓർത്തെടുത്തു, അതിനെ മനഃപ്പാഠമാക്കി. ആ വളരെ പുരാതനമായിട്ടുള്ള ധർമ്മത്തെ ഞാൻ ആലാപനം ചെയ്യാൻ പഠിച്ചു. അതിൻ്റെ തത്വങ്ങളെപ്പറ്റി ഞാൻ പറയാൻ തുടങ്ങി. അതിനെ കണ്ടു, മനസ്സിലാക്കി എന്ന് ഞാൻ പറയാൻ തുടങ്ങി. അതേപോലെ തന്നെ മറ്റുള്ളവരും ആ ധർമ്മത്തെ കണ്ടു, മനസ്സിലാക്കി എന്ന് പറയാൻ തുടങ്ങി. അതിനുശേഷം എനിക്ക് ഇങ്ങനെ തോന്നി, വെറും ശ്രദ്ധ കൊണ്ട് മാത്രമല്ല രാമൻ ഇങ്ങനെ പ്രഖ്യാപിച്ചത്, ഞാൻ ഈ ധർമ്മത്തെ സ്വന്തം ദർശനത്താൽ പ്രാപിച്ചു, എന്നിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ധ്യാനിച്ചുകൊണ്ടായിരിക്കും ഈ ധർമ്മത്തെ അറിഞ്ഞത്, അതിനെ കണ്ടത്. അതിനുശേഷം ഞാൻ രാമൻ്റെ പുത്രനായിട്ടുള്ള ഉദകൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, സുഹൃത്തെ, ഏതവസ്ഥ വരെയാണ് രാമൻ ഈ ധർമ്മത്തെ സ്വന്തം ദർശനത്താൽ അനുഭവിച്ചത്? ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ രാമൻ്റെ പുത്രനായിട്ടുള്ള ഉദകൻ ഇങ്ങനെ പറഞ്ഞു, നേവസന്യ നാസന്യായതന്. ഇതിൻ്റെ അർത്ഥം അവിടെ സംഖ്യ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് 8ാമത്തെ ധ്യാനമാണ്. സംഖ്യ എന്ന് പറയുന്നത് ഒരു കാര്യത്തെ തിരിച്ചറിയുന്ന ഒരു കാര്യമാണ്. അതായത് ഇത് പശുവാണ്, ഇത് മൃഗമാണ്, ഇത് നല്ലതാണ്, ചീത്തയാണ് എന്നെല്ലാം തിരിച്ചറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിൻ്റെ സംഖ്യ എന്ന് പറയുന്ന കാര്യം. ഈ അവസ്ഥയിലെത്തുന്ന സമയത്ത് ആ തിരിച്ചറിവുള്ള കഴിവ് പരിപൂർണമായിട്ടും ഇല്ലാതാകുന്നൊരവസ്ഥയാണ്. അതായത് മനസ്സ് നിരോധമാകുന്ന അവസ്ഥയ്ക്ക് തൊട്ടടുത്തുള്ളൊരവസ്ഥയാണിത്. അതിനാൽ ഈ അവസ്ഥയിലിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് മണിക്കൂറുകളോളം തന്നെ നമ്മൾക്ക് സംഖ്യ ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല, ചിലപ്പോൾ ഇല്ല എന്നും പറയാൻ സാധിക്കില്ല. മണിക്കൂറുകളോളം നമ്മൾ ധ്യാനാവസ്ഥയിലിരിക്കുന്ന സമയത്ത് യാതൊരുവിധ ചിന്തകളും ഈ അവസ്ഥയിൽ നമ്മൾക്ക് വരാറില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി,
രാമന് മാത്രമല്ല ശ്രദ്ധയുള്ളത്, എനിക്കും ശ്രദ്ധയുണ്ട്. രാമന് മാത്രമല്ല വീര്യമുള്ളത്, എനിക്കും വീര്യമുണ്ട്. രാമന് മാത്രമല്ല സതിയുള്ളത്, എനിക്കും സതിയുണ്ട്. രാമന് മാത്രമല്ല സമാധിയുള്ളത്, എനിക്കും സമാധിയുണ്ട്. രാമന് മാത്രമല്ല പ്രജ്ഞയുള്ളത്, എനിക്കും പ്രജ്ഞയുണ്ട്. എന്തുകൊണ്ട് രാമൻ സ്വയദർശനത്താൽ അനുഭവിച്ചറിഞ്ഞ ആ കാര്യത്തെ ഞാൻ സ്വന്തം പ്രയത്നത്താൽ അറിയാൻ ശ്രമിക്കുന്നില്ല? അതിനുശേഷം വളരെ വേഗത്തിൽ തന്നെ ഞാൻ ആ ധർമ്മത്തെ സ്വന്തം ദർശനത്താൽ അനുഭവിച്ചു. അതിനെ അനുഭവിച്ച് ഞാൻ ജീവിക്കാൻ തുടങ്ങി. അതിനുശേഷം രാമൻ്റെ പുത്രനായിട്ടുള്ള ഉദകനെ ഞാൻ സമീപിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: സുഹൃത്തെ, രാമൻ ഈ ധർമ്മത്തെ ഈ അറ്റം വരെയാണോ കണ്ടത്? സ്വയദർശനത്താൽ ഇതുവരെയാണോ കണ്ടിട്ടുള്ളത്? ഇത് കണ്ടിട്ടാണോ അദ്ദേഹം വിഹരിക്കുന്നത്? അപ്പോൾ ഉദകരാംപുത്തൻ പറഞ്ഞു: അതെ മിത്രമേ, ഞാനും എൻ്റെ സ്വയദർശനത്താൽ ഈ ധർമ്മത്തെ ഈ അറ്റം വരെ കണ്ടു. കണ്ടതിന് ശേഷമാണ് ഞാൻ ജീവിക്കുന്നത്. പ്രിയമിത്രമേ, നമ്മൾ വളരെ ഭാഗ്യമുള്ളവരാണ്, വളരെ ഭാഗ്യമുള്ളവരാണ്. താങ്കളെപ്പോലെയുള്ള ഒരു വ്യക്തിയെ സഹബ്രഹ്മചാരിയായി കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഏതൊരു ധർമ്മത്തെ രാമൻ സ്വയദർശനത്താൽ ദർശിച്ചുവോ, എന്നിട്ട് ദർശിച്ചു എന്ന് പ്രഖ്യാപിച്ചുവോ, ആ ധർമ്മത്തെ താങ്കൾ സ്വന്തം ദർശനത്താൽ ദർശിച്ചു, എന്നിട്ട് അതിനെ ദർശിച്ചു എന്ന് പ്രഖ്യാപിച്ചു. ഏതൊരു ധർമ്മത്തെ താങ്കൾ സ്വയദർശനത്താൽ ദർശിച്ചുവോ, ദർശിച്ചിട്ട് വിഹരിക്കുന്നുവോ, രാമനും അതേ ധർമ്മത്തെയാണ് സ്വയദർശനത്താൽ ദർശിച്ചത്, ദർശിച്ചിട്ട് ദർശിച്ചു എന്ന് പറഞ്ഞത്. അതിനാൽ ഏതൊരു ധർമ്മത്തെ രാമൻ സ്വന്തം ദർശനത്താൽ അറിഞ്ഞുവോ അത് താങ്കൾക്കും അറിയാം. ഏതൊരു ധർമ്മത്തെ താങ്കൾക്ക് അറിയുന്നുവോ അത് രാമനും അറിയാം. രാമൻ താങ്കളെപ്പോലെയാണ്, താങ്കൾ രാമനെ പോലെയാണ്. പ്രിയമിത്രമേ, വരൂ, ഇനി താങ്കൾ ഈ സമൂഹത്തെ നയിക്കുക. ഇങ്ങനെയാണ് എൻ്റെ ആധ്യാത്മിക മിത്രമായിട്ടുള്ള ഉദകരാംപുത്തൻ എന്നെ ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് ഇരുത്തിയത്, എന്നിട്ട് എന്നിൽ ഒരുപാട് പ്രശംസ ചൊരിഞ്ഞത്. അതിനുശേഷം എനിക്ക് ഇങ്ങനെ തോന്നി: ഈ ധർമ്മം നിർവേദത്തിന് കാരണമല്ല, രാഗമില്ലായ്മയ്ക്ക്, നിരോധത്തിന്, ശാന്തിക്ക്, ശമനത്തിന്, സംബോധിക്ക്, നിർവ്വാണത്തിന് കാരണമല്ല. ഇത് നേവസന്യ നാസന്യായതന എന്ന ലോകത്ത് പുനർജന്മം തരാൻ മാത്രം കഴിവുള്ളതാണ്. അതായത് ഈ 8ാമത്തെ ധ്യാനം വരെ പോയി കഴിഞ്ഞ് നമ്മൾ ഏറ്റവും ഉയർന്ന അരൂപ ബ്രഹ്മലോകത്തായിരിക്കും ജനിക്കുക. അവിടെ വലിയ ആയുസ്സുണ്ട്. പക്ഷേ ഇതുകൊണ്ട് നിർവ്വാണം ലഭിക്കില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഈ ധർമ്മം അപര്യാപ്തമാണ് എന്ന് മനസ്സിലാക്കിയതിനാൽ ഞാൻ വളരെ നിരാശനായിട്ട് ആ ധർമ്മത്തെ ഉപേക്ഷിച്ചു. അതിനുശേഷം ഏതാണ് കുശലം എന്ന് അന്വേഷിച്ചുകൊണ്ട് ഞാൻ പുറപ്പെട്ടു. ഏറ്റവും ഉയർന്ന ശാന്തി തേടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പുറപ്പെട്ടു. മഗധയിൽ ക്രമേണ യാത്ര ചെയ്ത് ഞാൻ ഉരുവേളിക്ക് അടുത്തുള്ള സേനാ നിഗമ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ ഞാൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉദ്യാനം കണ്ടു. വളരെ സുന്ദരമായിട്ടുള്ള ഒരു വനം കണ്ടു. അതിൻ്റെ അടുത്ത് തന്നെ പരിശുദ്ധമായിട്ടുള്ള വെള്ളമുള്ള ഒരു നദിയെ കണ്ടു. അതിൻ്റെ തീരങ്ങൾ സമതലമായിരുന്നു. അടുത്ത് തന്നെ ഭിക്ഷാടനത്തിന് വേണ്ടി ഒരു ഗ്രാമവും ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു: ഇത് വളരെ മനോഹരമായിട്ടുള്ള ഉദ്യാനമാണ്, വളരെ സുന്ദരമായിട്ടുള്ള ഒരു വനമാണ്. അടുത്ത് തന്നെ സുന്ദരമായിട്ടുള്ള ഒരു നദി ഒഴുകുന്നുണ്ട്. അതിൽ വളരെ നല്ല വെള്ളം ഉണ്ട്. അതിൻ്റെ അതിരുകൾ വളരെ സമതലമാണ്. ഭിക്ഷാടനത്തിന് അടുത്ത് തന്നെ ഒരു ഗ്രാമവുമുണ്ട്. പരിശ്രമിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുലപുത്രന് പരിശ്രമിക്കാൻ വളരെ യോഗ്യമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇത്. അതിനാൽ ഞാൻ അവിടെ തന്നെ ഇരുന്നു. എന്നിട്ട് ഇങ്ങനെ വിചാരിച്ചു: ഇത് പരിശ്രമിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ എനിക്ക് ഈ 3 ഉദാഹരണങ്ങൾ എൻ്റെ മനസ്സിൽ വന്നു. അത് ഞാൻ നേരത്തെ ചിന്തിച്ചിട്ടില്ല. അതുകൂടാതെ അശരീരിയുമായിരുന്നില്ല. ഞാൻ ഈ 3 കാര്യങ്ങളെപ്പറ്റി നേരത്തെ പഠിച്ചിട്ടുമില്ല. ഉദാഹരണത്തിന് വളരെ പച്ചയായിട്ടുള്ള നീരുള്ള ഒരു തടിക്കഷ്ണം വെള്ളത്തിൽ കിടക്കുകയാണ് എന്ന് കരുതുക. അപ്പോൾ ഒരു വ്യക്തി ഒരു അരണിയുടെ കമ്പുമായിട്ട് അവിടെ വരികയാണ്. എന്നിട്ട് ആ വ്യക്തി ഒരു തീ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു, ചൂടിനെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. പണ്ട് അരണി കടഞ്ഞിട്ടാണ് തീ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് അരണി മരത്തിൻ്റെ കമ്പുമായിട്ട് ഈ വ്യക്തി വന്നത്. അഖിവേശന, നിങ്ങൾ എന്താണ് ആലോചിക്കുന്നത്? ആ പച്ചയായിട്ടുള്ള നീരുള്ള മരത്തിൽ
അത് വെള്ളത്തിലാണ് കിടക്കുന്നത്. ആ മരത്തിൽ അരണി കടഞ്ഞിട്ട് ആ വ്യക്തിക്ക് തീയുണ്ടാക്കാൻ സാധിക്കുമോ? ചൂടുണ്ടാക്കാൻ സാധിക്കുമോ? ഇല്ല ഗൗതമശാസ്താവേ. അതെന്തുകൊണ്ടാണ്? എന്തെന്നാൽ അത് പച്ചയായിട്ടുള്ള തടിയാണ്, നീരുള്ള തടിയാണ്, അത് വെള്ളത്തിലാണ് കിടക്കുന്നത്. ഈ വ്യക്തി ആത്യന്തികമായിട്ട് തളരും. അതുകൂടാതെ ആ വ്യക്തിക്ക് നിരാശയും ഉണ്ടാകും. ഇതുപോലെ തന്നെയാണ് ചില ശ്രമണ ബ്രാഹ്മണന്മാർ. അവർ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് വിരതരായിട്ട് ജീവിക്കുന്നില്ല. അവർ അവരുടെ ഉള്ളിൽ ആ ഇന്ദ്രിയ സുഖങ്ങൾക്കുള്ള ആസക്തി, ആഗ്രഹം, അതിനോടുള്ള സ്നേഹം, ദാഹം അത് അവർ ഉപേക്ഷിച്ചിട്ടില്ല. അവർ എത്രയധികം കഠിനമായിട്ടുള്ള പരിശ്രമം ചെയ്ത് തൻ്റെ ശരീരത്തിൽ വളരെ കടുത്ത വേദന, ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങൾ അനുഭവിച്ചിട്ടില്ല എങ്കിലും അവർക്ക് ജ്ഞാനമോ ദർശനമോ ഉണ്ടാകാൻ പോകുന്നില്ല. അവർക്ക് സംബോധിയും ലഭിക്കാൻ പോകുന്നില്ല, അതായത് നിർവ്വാണവും ലഭിക്കാൻ പോകുന്നില്ല. അതായത് ഏതെങ്കിലും ഒരു വ്യക്തി ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കുകയാണ്, അതിൽ ആസക്തരാണ് എങ്കിൽ അവർക്ക് ഈ മുക്തി ലഭിക്കില്ല. അതുകൂടാതെ അവർ ഇന്ദ്രിയ സുഖങ്ങൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ തന്നെ അതിനോട് അവർക്ക് ആഗ്രഹമുണ്ട്, ഉള്ളിൽ തൃഷ്ണയുണ്ട്, ആഗ്രഹമുണ്ട്, എങ്കിലും അവർക്ക് ഈ മുക്തി അനുഭവിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇതാണ് ആദ്യത്തെ ഉദാഹരണം എനിക്ക് തോന്നിയത്. പിന്നീട് രണ്ടാമത്തെ ഉദാഹരണം എനിക്ക് ഇങ്ങനെ തോന്നി. അവിടെ പച്ചയായിട്ടുള്ള നീര് വറ്റാത്ത ഒരു തടിയുണ്ട് എന്ന് കരുതുക. അത് വെള്ളത്തിലില്ലാതെ ഉണങ്ങിയ കരയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി ഒരു അരണിയുടെ വടിയുമായിട്ട് വരികയാണ്. എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ ഇവിടെ തീയുണ്ടാക്കും, ചൂട് ഉണ്ടാക്കും. അഗ്വേസന, നിങ്ങൾ എന്താണ് കരുതുന്നത്? ആ കമ്പ് കൊണ്ട് ഈ പച്ചയായിട്ടുള്ള തടിയിൽ, നീരുള്ള തടിയിൽ, അത് വരണ്ട സ്ഥലത്ത് തന്നെയാണ് കിടക്കുന്നത്, അതിൽ ഡ്രില്ല് ചെയ്തുകൊണ്ട് ആ വ്യക്തിക്ക് തീയും അതേപോലെ തന്നെ ചൂടും ഉണ്ടാക്കാൻ കഴിയുമോ? ഇല്ല ഗൗതമശാസ്താവേ. അതെന്തുകൊണ്ടാണ്? അത് ഇപ്പോഴും പച്ചയാണ്, അതിൽ നീരുണ്ട്. ഇത് ഉണങ്ങിയ സ്ഥലത്ത് തന്നെയാണ് കിടക്കുന്നത്, വെള്ളത്തിൽ നിന്ന് അകലെയാണ് കിടക്കുന്നത്. എന്നാൽ അത് പച്ചയാണ്, അതിൽ നീരുണ്ട്. അത് കാരണം ആ വ്യക്തി തളരും, നിരാശനാകും. അതുപോലെ തന്നെ ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്. അവർ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് പുറത്തു വന്നു. എന്നാൽ അവരുടെ ഉള്ളിലുള്ള ഇന്ദ്രിയ സുഖങ്ങൾക്കുള്ള ആഗ്രഹം, ദാഹം, ആസക്തി, പ്രേമം, ഇതിനെ ശാന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിനാൽ അവർ എത്ര തന്നെ തപശ്ചര്യ അനുസരിച്ച് ശരീരത്തിൽ വളരെ ദുഃഖകരമായിട്ടുള്ള, കഠിനമായിട്ടുള്ള, ഭയങ്കരമായിട്ടുള്ള വേദന അനുഭവിച്ചാലും ഇല്ലെങ്കിലും അവർക്ക് ജ്ഞാനമോ ദർശനമോ സംബോധിയോ ലഭിക്കുന്നതല്ല. ഇതാണ് രണ്ടാമത്തെ ഉപമ എൻ്റെ മനസ്സിൽ തോന്നിയത്. പിന്നീട് മൂന്നാമത്തെ ഉപമ എനിക്ക് തോന്നി. ഉദാഹരണമായിട്ട് ഉണങ്ങിയ ഒരു തടിയുണ്ട് എന്ന് കരുതുക. അത് നല്ലപോലെ ഉണങ്ങി വരേണ്ടതാണ്. അത് ഉണങ്ങിയ തറയിലാണ് കിടക്കുന്നത്. അവിടെ വെള്ളം ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ ഒരു വ്യക്തി ഒരു അരണിയുടെ വടിയുമായിട്ട് വരികയാണ്. എന്നിട്ട് എങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ ഇതിൽ നിന്ന് തീയുണ്ടാക്കും, ചൂടുണ്ടാക്കും. അഗ്വേസന, നിങ്ങൾ എന്താണ് കരുതുന്നത്? ആ ഉണങ്ങിയ തടിയിൽ, ആ വരണ്ട പ്രദേശത്ത് വെള്ളത്തിൽ നിന്ന് ദൂരെ കിടക്കുന്ന ആ ഉണങ്ങിയ തടിയിൽ അവർ ആ അരണി കൊണ്ട് കടഞ്ഞ് അവർക്ക് തീയും ചൂടും ഉണ്ടാക്കാൻ സാധിക്കുമോ? തീർച്ചയായും ഗൗതമശാസ്താവേ. അതെന്തുകൊണ്ടാണ്? ആ തടി ഉണങ്ങിയതാണ്, നല്ലപോലെ ഉണങ്ങിയതാണ്. അത് വെള്ളത്തിൽ നിന്ന് വളരെ ദൂരെയാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്. അവർ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് ദൂരെയാണ് കഴിയുന്നത്. അതുകൂടാതെ അവർ അവരുടെ ഉള്ളിലും ആ ഇന്ദ്രിയ സുഖങ്ങൾക്കോടുള്ള ആസക്തി, ദാഹം, സ്നേഹം, ആഗ്രഹം ഇവയെല്ലാം ഉപേക്ഷിച്ചു. അതിനാൽ അവർ എത്ര തന്നെ കടുത്ത തപശ്ചര്യ ചെയ്യുകയാണെങ്കിലും അവർക്ക് വളരെ കഠിനമായിട്ടുള്ള, ദുഃഖമായിട്ടുള്ള, ഭയങ്കരമായിട്ടുള്ള വേദന ഉണ്ടായാലും ഇല്ലെങ്കിലും അവർക്ക് ജ്ഞാനവും ദർശനവും ലഭിക്കും, സംബോധി അവർക്ക് ലഭിക്കും. ഇതാണ് മൂന്നാമത്തെ ഉപമ എനിക്ക് തോന്നിയത്. അതായത് ഇവിടെ പറയുന്നത് ഇന്ദ്രിയ സുഖങ്ങളുടെ പ്രശ്നമാണ്. നമ്മൾ ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾക്ക് ജ്ഞാനമോ ദർശനമോ സംബോധിയോ ലഭിക്കുന്നതല്ല. അതുകൂടാതെ പുറമേ നമ്മൾ ഇന്ദ്രിയ സുഖങ്ങളിൽ ഏർപ്പെടുന്നില്ല. പക്ഷേ ആ ഇന്ദ്രിയ സുഖങ്ങളോടുള്ള ആസക്തി നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിലും അപ്പോഴും നമ്മൾക്ക് ഒരിക്കലും ജ്ഞാനമോ ദർശനമോ സംബോധിയോ ലഭിക്കില്ല എന്നാണ് പറയുന്നത്.
നമ്മൾ പുറത്തും ഇന്ദ്രിയ സുഖങ്ങളിൽ ആസക്തനല്ല, അതേപോലെ തന്നെ ഉള്ളിലും നമ്മൾ ഇന്ദ്രിയ സുഖങ്ങളിൽ ആസക്തനല്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ജ്ഞാനവും ദർശനവും സംബോധിയും ലഭിക്കും എന്നാണ് പറയുന്നത്. അതിന് യാതൊരുവിധ കഠിനമായിട്ടുള്ള തപശ്ചര്യ അനുഭവിക്കേണ്ട കാര്യമോ അതേപോലെ തന്നെ വളരെ തീവ്രമായിട്ടുള്ള വേദന നമ്മുടെ ഉള്ളിൽ അനുഭവിക്കേണ്ട കാര്യമോ ഇല്ല എന്നാണ് പറയുന്നത്. കാരണം പണ്ട് ഇങ്ങനെയുള്ളൊരു വിശ്വാസമുണ്ടായിരുന്നു, നമ്മുടെ ശരീരത്തിൽ എത്രയധികം ദുഃഖകരമായിട്ടുള്ള വേദന ഉണ്ടാകുന്നുവോ അത്രയും നമ്മൾ ദുഃഖത്തിനോട് അടുത്തു പോവുകയാണ്, നമ്മൾ ആ കർമ്മത്തെ ആ വേദനയാൽ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു മൂഢമായിട്ടുള്ള വിശ്വാസം പണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ യാതൊരു ആവശ്യവുമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അടുത്ത് തന്നെ ഇനി ധ്യാനത്തെക്കുറിച്ച് ഭഗവാൻ പറയും. ആ സമയത്ത് ഭഗവാൻ സുഖത്തിലൂടെ നമ്മൾക്ക് എങ്ങനെ മുക്തിയിലേക്ക് പോകാം എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇത് വളരെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്, നമ്മൾ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട ഒരു കാര്യമാണ്. അതിനാൽ ഈ 3 ഉപമകളും അശരീരിയല്ലാതെ നേരത്തെ ഞാൻ പഠിച്ചിട്ടില്ല, അതേപോലെ തന്നെ നേരത്തെ ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെയുള്ള ഈ 3 ഉപമകളും എൻ്റെ മനസ്സിൽ വന്നു. അതിനുശേഷം ഞാൻ ഇങ്ങനെ വിചാരിച്ചു, എന്തുകൊണ്ട് ഞാൻ പല്ല് കടിച്ച് നാവ് വായ്ക്ക് മുകളിൽ അമർത്തി എൻ്റെ മനസ്സിനെ മനസ്സുകൊണ്ട് ഞാൻ ദഹിപ്പിക്കുന്നില്ല, അമർത്തുന്നില്ല, അതിനെ ഇല്ലാതാക്കുന്നില്ല? അതായത് ബലപൂർവം മനസ്സിനെ കീഴടക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ ഭഗവാൻ ചെയ്തത്. അപ്പോൾ അതാണ് ഞാൻ ചെയ്തത്. പല്ല് കടിച്ച് നാവിനെ വായിൻ്റെ മുകളിൽ അമർത്തി ഞാൻ എൻ്റെ മനസ്സിനെ മനസ്സുകൊണ്ട് അമർത്താൻ ശ്രമിച്ചു. അപ്പോൾ എൻ്റെ കക്ഷങ്ങളിൽ നിന്ന് വിയർപ്പ് ഒഴുകാൻ തുടങ്ങി. ഇത് ബലവാനായിട്ടുള്ള ഒരു വ്യക്തി ദുർബലനായിട്ടുള്ള ഒരു വ്യക്തിയെ തലയിലോ കഴുത്തിലോ പിടിച്ചിട്ട് അവനെ താഴെ അമർത്തുന്നത് പോലെ, ഞെരുക്കുന്നത് പോലെയായിരുന്നു എനിക്ക് തോന്നിയത്. അതേപോലെ തന്നെ പല്ല് ഞെരിച്ചുകൊണ്ട് നാവിനെ മുകളിൽ അമർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ മനസ്സിനെ മനസ്സുകൊണ്ട് ഞെരിക്കാൻ അമർത്താൻ നോക്കി. അപ്പോൾ എൻ്റെ കക്ഷത്തിൽ നിന്ന് വിയർപ്പ് ഒഴുകാൻ തുടങ്ങി. എൻ്റെ വീര്യം വളരെ ഉയർന്നതായിരുന്നു, വീര്യം വളരെ ബലവത്തായിരുന്നു, എൻ്റെ സതി അല്ലെങ്കിൽ ജാഗ്രത പ്രതിഷ്ഠിതമായിരുന്നു. എന്നാൽ എൻ്റെ ശരീരം വളരെ അസ്വസ്ഥമായിരുന്നു, അത് ശാന്തമായിരുന്നില്ല. എന്തെന്നാൽ ഞാൻ വളരെ ദുഃഖകരമായിട്ടുള്ള കഠിന തപശ്ചര്യയായിരുന്നു അനുഷ്ഠിച്ചത്. എന്നാൽ ആ ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങൾ ഒന്നും തന്നെ എൻ്റെ മനസ്സിനെ ബാധിച്ചില്ല. അതായത് എത്ര കഠിനമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള അനുഭവമാണ് ഭഗവാൻ ഉണ്ടായത് എന്ന് ഭഗവാൻ പറയുകയാണ്. അതിനുശേഷം ഞാൻ ഇങ്ങനെ വിചാരിച്ചു, എന്തുകൊണ്ട് ഞാൻ ശ്വാസം നിർത്തി ഞാൻ ധ്യാനിച്ചുകൂടാ? ഇത് യോഗ പരിശീലിപ്പിക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരണമാണ്. അതായത് പണ്ടും ഇങ്ങനെ ഒരു വിചാരമുണ്ടായിരുന്നു, ശ്വാസവും നമ്മുടെ മനസ്സും നല്ല ബന്ധമുണ്ട്. ശ്വാസം നിന്നു കഴിഞ്ഞാൽ മനസ്സ് നിൽക്കും. അപ്പോൾ എന്തുകൊണ്ട് ശ്വാസത്തെ നിർത്തിക്കൂടാ? അതിനെയാണ് കുംഭകം എന്ന് പറയുന്നത്. 2 തരത്തിലുള്ള കുംഭകമുണ്ട്, അന്തകുംഭകം, ബാഹ്യകുംഭകം. പലർക്കും ശരിയായിട്ട് എങ്ങനെ ധ്യാനിക്കണമെന്ന് അറിയില്ല, കാരണം അതിൻ്റെ വിധിയില്ല. അതിനാൽ അവർ ശ്വാസം നിർത്തിക്കൊണ്ട് ധ്യാനിക്കാൻ ശ്രമിച്ചു. അപ്പോൾ 2500 വർഷം മുൻപ് ഭഗവാനെ പോലെ കുംഭകം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയും ഇല്ല. അതിനെപ്പറ്റിയാണ് ഭഗവാൻ വീണ്ടും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് യോഗ ചെയ്യുന്നവർക്ക് ഒരു പാഠമായിരിക്കണം. കാരണം കുംഭകത്തിലൂടെ അവർക്ക് നിർവ്വാണം കിട്ടും എന്നാണ് അവർ കരുതുന്നത്. അത് തീർത്തും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾക്ക് ഭഗവാന്റെ വിവരണത്തിലൂടെ നമുക്ക് ബോധ്യമാകും. അപ്പോൾ ഞാൻ വായിലൂടെയും മൂക്കിലൂടെയും ഉള്ള ശ്വാസത്തെ നിർത്തി ധ്യാനിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ആ കാറ്റ് എൻ്റെ കാതിലൂടെ വലിയ ശബ്ദമുണ്ടാക്കി പുറത്തു പോകാൻ തുടങ്ങി. ഒരു ലോഹപ്പണിക്കാരൻ്റെ, ബ്ലാക്ക് സ്മിത്തിൻ്റെ തീക്കുണ്ടത്തിൽ ഉലകൊണ്ട് കാറ്റടിക്കുന്ന സമയത്ത് ഒരു ശബ്ദമുണ്ടാകും. അതേപോലെ തന്നെ ആ ശബ്ദത്തോടുകൂടി ഉള്ളിലുള്ള കാറ്റ് കാതിലൂടെ വെളിയിൽ പോകാൻ തുടങ്ങി. എൻ്റെ വീര്യം വളരെ ഉയർന്നതായിരുന്നു, അതൊട്ടും ഇളകാത്തതായിരുന്നു. എൻ്റെ സതി വളരെ പ്രതിഷ്ഠിതമായിരുന്നു, ജാഗ്രത ഉള്ളതായിരുന്നു. എന്നാൽ എൻ്റെ ശരീരത്തിൽ ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടായിരുന്നു, അത് ശാന്തമായിരുന്നില്ല. എന്തെന്നാൽ വളരെ കടുത്ത തപശ്ചര്യ ഞാൻ അനുഷ്ഠിച്ചതായിരുന്നു. അത് കാരണം ശരീരത്തിൽ ഒരുപാട് വേദനയുണ്ടായി, അത് കാരണം അത് ശാന്തമായിരുന്നില്ല. എന്നാൽ അത്തരം ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങൾ ഒന്നും തന്നെ എൻ്റെ മനസ്സിനെ ബാധിച്ചില്ല. ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ശരീരത്തിൽ വളരെയധികം ദുഃഖകരമായിട്ടുള്ള സംവേദന ഉണ്ടായി എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ സമാധിസ്ഥമാകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് സുഖിനോ ചിത്തം സമാധീയതി. അതായത് ആരുടെ ശരീരത്തിലാണോ സുഖകരമായിട്ടുള്ള അനുഭവം ഉണ്ടാകുന്നത് അവരുടെ ചിത്തം മാത്രമേ സമാധിഷ്ഠമാകുകയുള്ളൂ. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്തു കഴിഞ്ഞാൽ അവിടെ വളരെയധികം ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. കാരണം നമ്മൾ കൈ
അമർത്തി പിടിക്കുകയാണെങ്കിൽ കുറച്ച് നേരം ബലമായിട്ട് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ വേദനയും ടെൻഷനും ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മൾ കൈ ഇങ്ങനെ വിടർത്തി പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് യാതൊരുവിധ ടെൻഷനും ഉണ്ടാകുന്നില്ല, പ്രയാസവും ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ശ്രമകരമായിട്ട് എന്തെങ്കിലും കോൺസെൻട്രേഷൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരുപാട് വേദനയും ദുഃഖകരമായിട്ടുള്ള അനുഭവവും എല്ലാം ഉണ്ടാകും. അപ്പോൾ ശരീരത്തിൽ ഇങ്ങനെയുള്ള ദുഃഖകരമായിട്ടുള്ള അനുഭവം ഉണ്ടായി എങ്കിൽ ചിത്തത്തിൽ ഒരിക്കലും സമാധി ഉണ്ടാവില്ല. ഈ കാര്യം നമ്മൾ അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി, ഞാൻ എന്തുകൊണ്ട് ഈ ശ്വാസം നിർത്തിക്കൊണ്ടുള്ള ധ്യാനം കൂടുതൽ അഭ്യസിച്ചുകൂടാ? അപ്പോൾ ഞാൻ എൻ്റെ വായും മൂക്കും ചെവിയും അടച്ചുകൊണ്ട് ശ്വാസം നിർത്തിക്കൊണ്ടുള്ള ധ്യാനം അഭ്യസിക്കാൻ തുടങ്ങി. എന്നാൽ വളരെ വലിയ ഒരു അതിശക്തമായിട്ടുള്ള വായു എൻ്റെ തലയിലേക്ക് ഇരച്ചു കയറി. ബലവാനായിട്ടുള്ള ഒരു പുരുഷൻ എൻ്റെ തല പിളർക്കുന്നത് പോലെ ഉള്ള അനുഭവമാണ് എനിക്ക് തോന്നിയത്. എൻ്റെ വീര്യം വളരെ വർദ്ധിച്ചിരുന്നു, അത് ഒട്ടും തന്നെ ഇല്ലാതാകുന്നില്ല. എൻ്റെ സതി പ്രതിഷ്ഠിതമായിരുന്നു, പക്ഷേ എൻ്റെ ശരീരം വളരെയധികം അസ്വസ്ഥമായിരുന്നു. അത് പ്രശാന്തമായിരുന്നില്ല. എന്തെന്നാൽ വളരെ കഠിനമായിട്ടുള്ള തപശ്ചര്യയാണ് ഞാൻ അനുഷ്ഠിച്ചത്. ഇവിടെ വീണ്ടും വീണ്ടും ശരീരത്തിൻ്റെ പ്രശാന്തിയെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ശരീരം ഒട്ടും തന്നെ പ്രശാന്തമായിരുന്നില്ല. കാരണം കഠിനമായിട്ടുള്ള തപശ്ചര്യ അനുഷ്ഠിച്ചിട്ട് ശരീരത്തിൽ ഒരുപാട് വേദന ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്ക് ധ്യാനമോ അല്ലെങ്കിൽ സമാധിയോ ഒരിക്കലും ലഭിക്കില്ല. അതാണ് വീണ്ടും വീണ്ടും ഇവിടെ പറയുന്നത്. എന്നാൽ ആ ദുഃഖകരമായിട്ടുള്ള അനുഭവം എൻ്റെ മനസ്സിനെ ബാധിച്ചില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി, എന്തുകൊണ്ട് എനിക്ക് ശ്വാസം നിർത്തി വീണ്ടും അഭ്യസിച്ചുകൂടാ, ധ്യാനം അഭ്യസിച്ചുകൂടാ? അപ്പോൾ ഞാൻ എൻ്റെ വായിലൂടെയും മൂക്കിലൂടെയും ചെവിയിലൂടെയും ഉള്ള ആ ശ്വാസത്തെ മുഴുവനും നിർത്തി ധ്യാനിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് വളരെ വലിയ ഒരു തലവേദന ഉണ്ടായി. ഒരു ബലവാനായിട്ടുള്ള ഒരു പുരുഷൻ തുകൽ കൊണ്ടുള്ള ഒരു ബെൽറ്റ് കൊണ്ട് എൻ്റെ തലയെ കെട്ടിവെക്കും പോലുള്ള വേദനയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എൻ്റെ വീര്യം വളരെ കൂടിയിരുന്നു, അത് ഒട്ടും ഉലഞ്ഞിരുന്നില്ല. എൻ്റെ സതി പ്രതിഷ്ഠിതമായിരുന്നു, അത് പ്രകാശമാനമായിരുന്നു. പക്ഷേ എൻ്റെ ശരീരം പ്രശാന്തമായിരുന്നില്ല, അത് വളരെ അസ്വസ്ഥമായിരുന്നു. എന്തെന്നാൽ വളരെ കഠിനമായിട്ടുള്ള തപശ്ചര്യയായിരുന്നു എൻ്റേത്. എന്നാൽ അത്രയും വേദനാജനകമായിട്ടുള്ള അനുഭവം എൻ്റെ മനസ്സിനെ ഒരിക്കലും ബാധിച്ചില്ല. അപ്പോൾ എനിക്ക് തോന്നി, എന്തുകൊണ്ട് ഞാൻ ഈ ശ്വാസം നിർത്തിയിട്ടുള്ള ധ്യാനത്തെ വീണ്ടും അഭ്യസിച്ചുകൂടാ? അപ്പോൾ ഞാൻ ശ്വാസത്തെ വായിലൂടെയും മൂക്കിലൂടെയും ചെവിയിലൂടെയും നിർത്തി ധ്യാനിക്കാൻ തുടങ്ങി. അപ്പോൾ അതിശക്തമായിട്ടുള്ള കാറ്റ് എൻ്റെ ഉദരത്തിൽ പ്രവേശിച്ചു. എന്നിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാൻ തുടങ്ങി. ഒരു വ്യാധനോ അല്ലെങ്കിൽ ആ വ്യാധൻ്റെ സഹായിയോ ഒരു മാംസം മുറിക്കുന്ന കത്തി കൊണ്ട് എൻ്റെ വയറിനെ മുറിക്കുന്നത് പോലെയുള്ള അനുഭവമാണ് എനിക്കുണ്ടായത്. എൻ്റെ വീര്യം വളരെ കൂടിയിരുന്നു, അത് ഒട്ടും ഇല്ലാതായിരുന്നില്ല. എൻ്റെ സതി പ്രതിഷ്ഠിതമായിരുന്നു, പക്ഷേ എൻ്റെ ശരീരം അസ്വസ്ഥമായിരുന്നു, അത് ഒട്ടും ശാന്തമായിരുന്നില്ല. എന്തെന്നാൽ ഞാൻ ഈ അതികഠിനമായിട്ടുള്ള പ്രയത്നിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇവിടെ ഈ കാര്യവും വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ശക്തിയായിട്ട് പ്രയത്നിക്കുകയാണെങ്കിൽ ഈ തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. ശരീരത്തിൽ വേദനയുണ്ടാകും, എല്ലാം ഉണ്ടാകും. നമ്മൾ ചെയ്യേണ്ടത് റിലാക്സ് ചെയ്യുകയാണ് വേണ്ടത്. അത് നമ്മൾ ചെയ്യുന്നില്ല. അതിനു പകരം നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുന്ന സമയത്താണ് ഈ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ബന്ദേ വിമലാരംസിയുടെ 6R റിലാക്സ് എന്ന സ്റ്റെപ്പ് വളരെ പ്രാധാന്യമുള്ളതായിട്ട് മാറുന്നത്. എന്നാൽ അത്തരം വേദനയുള്ള അനുഭവങ്ങൾ ഒന്നും തന്നെ എൻ്റെ മനസ്സിനെ ബാധിച്ചില്ല. അതായത് എത്ര വേദനയാണ് ഭഗവാന് ഉണ്ടായിട്ടുള്ളത് എന്നതിനെ പറ്റിയിട്ട് ഭഗവാൻ പറയുകയാണ്. അപ്പോൾ എനിക്ക് വീണ്ടും തോന്നി, എന്തുകൊണ്ട് ഞാൻ ഈ ശ്വാസം നിർത്തിക്കൊണ്ടുള്ള അഭ്യാസം വീണ്ടും തുടർന്നുകൂടാ? അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ മുഖത്തിൽ നിന്നും മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും ശ്വാസത്തെ അടക്കി നിർത്തി ധ്യാനിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ശരീരത്തിൽ മുഴുവൻ അതികഠിനമായിട്ടുള്ള ഒരു ചൂട് ഉണ്ടാകാൻ തുടങ്ങി. രണ്ട് ബലവാനായിട്ടുള്ള വ്യക്തികൾ ഒരു ദുർബലനായിട്ടുള്ള വ്യക്തിയെ പിടിച്ചുകൊണ്ട് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൽക്കരിയുടെ ജ്വാലയ്ക്ക് മുകളിൽ പൊരിക്കുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. തെറ്റായിട്ടുള്ള രീതിയിൽ പ്രാണായാമം ചെയ്യുന്ന മിക്കവർക്കും ഈ രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. തലവേദന ഉണ്ടാകും, ശരീരത്തിൽ ചൂടുണ്ടാകും, ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം തെറ്റായിട്ടുള്ള പ്രാണായാമത്തിലൂടെ തീർച്ചയായിട്ടും ഉണ്ടാകും. അതിനെ പറ്റിയിട്ടാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇത് യോഗ അഭ്യസിക്കുന്നവർക്ക് ഒരു പാഠമായിരിക്കണം. പ്രാണായാമത്തിലൂടെ ശ്വാസം നിർത്തിക്കൊണ്ട് മുക്തി ലഭിക്കും എന്ന് പറയുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. എൻ്റെ വീര്യം വളരെ ഉയർന്നതായിരുന്നു, അത് ഒരിക്കലും ഉലഞ്ഞിരുന്നില്ല. എൻ്റെ സതി
അല്ലെങ്കിൽ ശ്രദ്ധ, ജാഗരൂകത അത് വളരെ പ്രതിഷ്ഠിതമായിരുന്നു. എന്നാൽ എൻ്റെ ശരീരം അസ്വസ്ഥമായിരുന്നു. അത് ഒട്ടും തന്നെ പ്രശാന്തമായിരുന്നില്ല. എന്തെന്നാൽ വളരെ വേദനാജനകമായിട്ടുള്ള ശ്രമമായിരുന്നു ഞാൻ ചെയ്തത്. എന്നാൽ ആ വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങൾ ഒന്നും തന്നെ എൻ്റെ മനസ്സിനെ ബാധിച്ചില്ല. അപ്പോൾ ചില ദേവതകൾ എന്നെ കണ്ടു. എന്നിട്ട് അവർ ഇങ്ങനെ പറഞ്ഞു, ശ്രമണ ഗൗതമൻ മരിച്ചു. മറ്റുള്ളവർ ഇങ്ങനെ പറഞ്ഞു, ശ്രമണ ഗൗതമൻ മരിച്ചിട്ടില്ല, പക്ഷേ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലർ ഇങ്ങനെ പറഞ്ഞു, ശ്രമണ ഗൗതമൻ മരിച്ചിട്ടില്ല, മരിക്കാൻ പോകുന്നുമില്ല. ശ്രമണ ഗൗതമൻ അർഹന്തനാണ്. അർഹന്തന്മാരാണ് ഇങ്ങനെ ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി, എന്തുകൊണ്ട് ഞാൻ എൻ്റെ ഭക്ഷണം മുഴുവൻ ഉപേക്ഷിച്ച് തപസ് അനുഷ്ഠിച്ചുകൂടാ? ആ സമയത്ത് ഇങ്ങനെയുള്ളൊരു വിശ്വാസമുണ്ടായിരുന്നു, ഉപവാസത്തിലൂടെ നമ്മൾക്ക് മുക്തനാകാം. ഇന്നും ഈ വിശ്വാസം നിലനിർത്തുന്ന പലരും ഉണ്ട്. ഉപവാസത്തിലൂടെ മുക്തി ലഭിക്കും എന്ന് പറഞ്ഞ് അവർ വർഷങ്ങളോളം ഉപവസിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഒരു ദേവത എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു, ദയവ് ചെയ്ത് താങ്കൾ പൂർണ്ണമായിട്ട് ഭക്ഷണം ഉപേക്ഷിക്കരുത്, ആ തപശ്ചര്യ ചെയ്യരുത്. താങ്കൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ദിവ്യമായിട്ടുള്ള ഓജസ് ഞാൻ താങ്കളുടെ തൊലിയുള്ള സുഷിരങ്ങളിലൂടെ താങ്കളുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കും. അതിലൂടെ താങ്കൾ ജീവിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഞാൻ പൂർണ്ണമായിട്ടുള്ള ഉപവാസത്തിലാണ് എന്ന് അവകാശപ്പെടുകയാണ്. എന്നാൽ ഈ ദേവതകൾ എൻ്റെ തൊലിയിലൂടെ ഈ ദിവ്യമായിട്ടുള്ള ഓജസ് എന്നിൽ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് കളവായിട്ട് തീരും. അപ്പോൾ ഞാൻ ആ ദേവതകളോട് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞയച്ചു. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി, എന്തുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ഭക്ഷണം മാത്രം ഓരോ സമയത്തും കഴിച്ചുകൂടാ? ചെറുപയറിൻ്റെ, മുതിരൻ്റെ, കടലയുടെ, പയറിൻ്റെ, അതിന് തിളപ്പിച്ചിട്ടുള്ള വെള്ളം മാത്രം ഓരോ ഗ്ലാസ് കുടിച്ചുകൊണ്ട് എനിക്കെന്തുകൊണ്ട് കഴിഞ്ഞുകൂടാ? അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. അതായത് ചെറുപയറിൻ്റെ, കടലയുടെ, മുതിരയുടെ തിളപ്പിച്ച വെള്ളം മാത്രം ഓരോ കപ്പ് വീതം കഴിക്കാൻ തുടങ്ങി. അതുമൂലം എൻ്റെ ശരീരം വളരെയധികം ശോഷിച്ചു. വളരെ കുറച്ച് കഴിച്ചത് മൂലം എൻ്റെ കാലുകൾ 80 വയസ്സുള്ള ഒരു വ്യക്തികളുടെ കാലുകൾ പോലെയായി, ഒരു മൃതശരീരത്തിൻ്റെ കാലുകൾ പോലെയായി. എൻ്റെ പിൻഭാഗം ഒരു ഒട്ടകത്തിൻ്റെ കുളമ്പ് പോലെയായി. എൻ്റെ നട്ടെല്ല് നൂലിൽ കോർത്ത മണികൾ പോലെ നിൽക്കുന്നു. എൻ്റെ വാരിയെല്ലുകൾ തകർന്ന ഒരു പഴയ വീടിൻ്റെ കഴുക്കോലുകൾ പോലെ പുറത്ത് കാണാൻ തുടങ്ങി. വളരെ കുറച്ച് കഴിച്ചത് മൂലം എൻ്റെ കണ്ണുകൾ വളരെ ഉള്ളിലായിപ്പോയി. വെള്ളം വറ്റിയ ഒരു കിണറിലെ വെള്ളത്തെ പോലെ എൻ്റെ കണ്ണുകൾ അകത്തേക്ക് കുഴിഞ്ഞു. വളരെ കുറച്ച് ഭക്ഷിച്ചത് മൂലം എൻ്റെ തലയോട്ടിയിലെ ചർമ്മം വെയിലത്തിട്ട പാവയ്ക്കയെ പോലെ ചുളിഞ്ഞുപോയി. വളരെ കുറച്ച് കഴിച്ചത് മൂലം എൻ്റെ വയറ് നട്ടലിനോട് ഒട്ടി. ഞാൻ എൻ്റെ വയറിൽ കൈയോടിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ നട്ടലിനെ പിടിക്കാൻ സാധിക്കുമായിരുന്നു. ഞാൻ നട്ടലിൽ കൈയോടിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ വയറിനെ പിടിക്കാൻ സാധിക്കുമായിരുന്നു. വളരെ കുറച്ച് ഭക്ഷിക്കുന്നത് മൂലം ഞാൻ മൂത്രമൊഴിക്കുന്ന സമയത്തും മലത്യാഗം ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്തും ഞാൻ അങ്ങോട്ട് തന്നെ മുഖമടച്ച് താഴത്തേക്ക് വീഴുമായിരുന്നു. വളരെ കുറച്ച് ഭക്ഷിച്ചത് മൂലം ഞാൻ എൻ്റെ കാലുകളെ എൻ്റെ കൈകൾ കൊണ്ട് ഒഴിയുന്ന സമയത്ത് ആ കാലുകളുടെ രോമകൂപങ്ങൾ അത് ജീർണിച്ചത് മൂലം അടർന്നു വീഴാൻ തുടങ്ങി. അപ്പോൾ ചില വ്യക്തികൾ എന്നെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, ശ്രമണ ഗൗതമൻ കറുത്തിരിക്കുന്നു. അപ്പോൾ ചിലർ ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹം കറുത്തിരിക്കുന്നതല്ല, ബ്രൗൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ചിലർ പറഞ്ഞു, അദ്ദേഹം കറുത്തതോ ബ്രൗൺ നിറമോ അല്ല, ബ്രൗണിഷ് ഓറഞ്ച് നിറമാണ് അദ്ദേഹത്തിന് എന്ന് പറഞ്ഞു. അത്ര കുറച്ച് ഭക്ഷിച്ചത് മൂലം എൻ്റെ സ്വർണ്ണവർണ്ണമായിട്ടുള്ള നിറം മുഴുവൻ മാറി അങ്ങനെ വിരൂപമായി. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ഏതൊരു ശ്രമണ ബ്രാഹ്മണന്മാർ അതികഠിനമായിട്ട് ശ്രമിച്ച് ദുഃഖകരമായിട്ടുള്ള വേദനയുള്ള അനുഭവങ്ങൾ ഉണ്ടാകണമോ, അത് ഭൂതത്തിലും വർത്തമാനകാലത്തിലും ഭാവിയിലും ആർക്കും ഇതിൽ കൂടുതൽ ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങൾ അനുഭവിക്കാൻ സാധിക്കില്ല. അതായത് ആ സമയത്തുള്ളൊരു വിശ്വാസമുണ്ടായിരുന്നു, ശരീരത്തിൽ എത്രത്തോളം ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നുവോ അത്രയും നമ്മൾ ദുഃഖത്തിൽ നിന്ന് വെളിയിൽ വരും എന്ന്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഭൂതത്തിലും ഭാവിയിലും വർത്തമാനകാലത്തിലും ഒരു ശ്രമണ ബ്രാഹ്മണനും ഇത്രയധികം വേദന അവരുടെ ശരീരത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവില്ല, ഇനി ആരും അനുഭവിക്കാനും പോകുന്നില്ല. എന്നാൽ അതുമൂലം എനിക്ക് മനുഷ്യോത്തരമായിട്ടുള്ള ഏതെങ്കിലും ദിവ്യമായിട്ടുള്ള ജ്ഞാനമോ ദർശനമോ എനിക്ക് ആ കഠിന തപശ്ചര്യയിലൂടെ എനിക്ക് ലഭിച്ചിട്ടില്ല. ആര്യന്മാർക്ക് ലഭിക്കേണ്ട ജ്ഞാനമോ ദർശനമോ എനിക്ക് ആ കഠിന തപശ്ചര്യയിലൂടെ ലഭിച്ചിട്ടില്ല.
ഇന്നും പലരും ഈ തരത്തിലുള്ള വിശ്വാസമുണ്ട്. അതായത് ധ്യാനിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഒരുപാട് ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുകയാണ് എങ്കിൽ നമ്മൾ പാപത്തിനെ മുഴുവൻ ഇല്ലാതാക്കുകയാണ്, അതുമൂലം നമ്മൾ മുക്തിയിലേക്ക് പോകും എന്ന് പറയുന്ന ആൾക്കാർ ഇന്നും ഇരിപ്പുണ്ട്. അതിൻ്റെയും ഉറവിടം ഇത് തന്നെയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊരു വിചാരം ഉണ്ടായി, ബോധോദയത്തിന് വേണ്ടി മറ്റേതെങ്കിലും മാർഗമുണ്ടായിരിക്കുമോ? അപ്പോൾ എനിക്കിങ്ങനെ തോന്നി, ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു റോസാപ്പിൾ മരത്തിൻ്റെ താഴെ അതിൻ്റെ തണലിലിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇന്ദ്രിയ സുഖങ്ങൾ ഇല്ലാതെ, അതേപോലെ തന്നെ അകുശല ധർമ്മങ്ങൾ ഇല്ലാതെ ഞാൻ ഒന്നാമത്തെ ധ്യാനത്തിൽ പ്രവേശിച്ചു. അവിടെ വിതർക്ക വിചാര ഭീതി സുഖം ഏകാഗ്രത ഇത് ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരിക്കുമോ ബോധോദയത്തിനുള്ള മാർഗം എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ ആ ഓർമ്മയിൽ നിന്ന് എനിക്ക് ഈ ബോധോദയം ഉണ്ടായി, അതാണ് നിർവ്വാണത്തിനുള്ള മാർഗം. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. കിം നുഖോ അഹം തസ്സ സുഖസ്സ ഭായാമി, ഞാൻ എന്തുകൊണ്ടാണ് ആ സുഖത്തിനെ ഭയക്കുന്നത്? യം തം സുഖം അന്യത്രേവ കാമേഹി അന്യത്ര അകുശലേഹി ദമ്മേഹീതി, എന്തെന്നാൽ ആ സുഖം ഇന്ദ്രിയ സുഖങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതല്ല, അതേപോലെ തന്നെ അകുശല ധർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതല്ല. ഇതുവരെ ദുഃഖാനുഭവങ്ങളിലൂടെയായിരുന്നു ബുദ്ധൻ കടന്നുപോയത്. എന്നിട്ട് അതിൽ നിന്നൊന്നും അദ്ദേഹത്തിന് മുക്തി ലഭിച്ചില്ല. ഇപ്പോൾ ഇനി അദ്ദേഹം കടന്നു പോകുന്നത് സുഖാനുഭവങ്ങളിലൂടെയാണ്, ജ്ഞാനങ്ങളുടെ സുഖത്തിലൂടെ. ഈ സുഖത്തിനെ ഭയപ്പെടേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇത് ഇന്ദ്രിയ സുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതല്ല, 5 ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സുഖമല്ല ഇത്. അതേപോലെ തന്നെ ഇതിൽ അകുശലമായിട്ടുള്ള ഒന്നും തന്നെയില്ല. കാരണം ഇതിൻ്റെ മൂലം എന്ന് പറയുന്നത് രാഗമോ ദ്വേഷമോ അല്ല. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ന ഖോ അഹം തസ്സ സുഖസ്സ ഭായാമി, ഞാൻ ആ സുഖത്തെ ഒരിക്കലും ഭയപ്പെടുന്നില്ല. യം തം സുഖം അന്യത്രേവ കാമേഹി അന്യത്ര അകുശലേഹി ധമ്മേഹീതി, എന്തെന്നാൽ ആ സുഖം ഇന്ദ്രിയ സുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അതേപോലെ തന്നെ അകുശല ധർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതിനാൽ എനിക്കതിനെ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം അതുവരെ ഭഗവാനും അതേപോലെ തന്നെ ബാക്കിയുള്ളവരും വിശ്വസിച്ചിരുന്നത് ശരീരത്തിൽ എത്രയധികം വേദന ഉണ്ടാകുമോ, കഷ്ടമുണ്ടാകുമോ, അത്രയധികം തങ്ങൾ മുക്തിയിലേക്ക് നീങ്ങും എന്നാണ് അവർ കരുതിയിരുന്നത്. ഇന്നും ഇങ്ങനെ കരുതുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ശരീരത്തിൽ എത്രയധികം ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നുവോ അത്രയും പെട്ടെന്ന് തങ്ങൾ മുക്തിയിലേക്ക് പോകും എന്നാണ് അവർ വിചാരിക്കുന്നത്. ശരീരത്തിൽ സുഖം വരുന്ന ഉടനെ അവർക്ക് ഭയമാണ്. അത് ധ്യാനത്തിൻ്റെ സുഖമായാലും ശരി, അല്ലെങ്കിൽ ബോധ്യാംഗത്തിൻ്റെ ഭീതി സുഖമായാലും ശരി. ഇത് വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അതിനാൽ സാധന ചെയ്യുന്നവർ ഈ കാര്യത്തിൽ വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, വളരെ ക്ഷീണിതമായിട്ടുള്ള ഈ ശരീരത്താൽ എനിക്ക് ആ സുഖത്തെ പ്രാപിക്കാൻ സാധിക്കില്ല. അതിനാൽ എന്തുകൊണ്ട് ഞാൻ അല്പം ഭക്ഷണം കഴിച്ചുകൂടാ? അല്പം ചോറോ അല്ലെങ്കിൽ കഞ്ഞിയോ ഞാൻ എന്തുകൊണ്ട് കഴിക്കുന്നില്ല? അതായത് ഒന്നാമത്തെ ധ്യാനത്തിലെ ആ സുഖം അനുഭവിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് ദുർബലമായിട്ടുള്ള ഈ ശരീരത്തിൽ അനുഭവിക്കാൻ സാധിക്കില്ല. അതിനാൽ കുറച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ, ശരീരമൊന്ന് പുഷ്ടി പ്രാപിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ സുഖം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഖരമായിട്ടുള്ള ഭക്ഷണം കഴിച്ചു. അപ്പോൾ 5 ഭിക്ഷുക്കൾ എൻ്റെ അടുത്ത് എന്നെ സേവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തെന്നാൽ അവർ ഇങ്ങനെ വിചാരിച്ചു, ശ്രമണ ഗൗതമൻ സത്യം കണ്ടെത്തുകയാണെങ്കിൽ അത് ഞങ്ങളോടും പറയും, ഞങ്ങൾക്ക് മുക്തരാകാം എന്നാണ് അവർ കരുതിയത്. എന്നാൽ ഞാൻ അല്പം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർ എന്നെ ഉപേക്ഷിച്ചു. എന്നിട്ട് അവർ ഇങ്ങനെ പറഞ്ഞു, ശ്രമണ ഗൗതമൻ സുഖലോലുപനായിരിക്കുകയാണ്. അതുകൊണ്ടാണ് കഠിനമായിട്ടുള്ള തപശ്ചര്യയിൽ നിന്നും വ്യതിചലിച്ച് അദ്ദേഹം സുഖഭോഗത്തിലേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ അല്പം ഭക്ഷണം കഴിച്ചതിന് ശേഷം ശരീരത്തിൻ്റെ ശക്തി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇന്ദ്രിയ സുഖങ്ങൾ ഇല്ലാത്ത, അകുശല ധർമ്മങ്ങളില്ലാത്ത ആദ്യത്തെ ധ്യാനത്തിൽ ഞാൻ പ്രവേശിച്ചു. അവിടെ വിതർക്ക വിചാര ഭീതി സുഖം ഏകാഗ്രത ഉണ്ടായിരുന്നു. എന്നാൽ ആ സുഖകരമായിട്ടുള്ള അനുഭവം ഒന്നും തന്നെ എൻ്റെ മനസ്സിനെ ബാധിച്ചിരുന്നില്ല. അതായത് അതിൽ ഞാൻ ആസക്തനായിരുന്നില്ല. ഇവിടെ നമ്മൾ വീണ്ടും പ്രത്യേകം ആലോചിക്കണം. പണ്ട് ഭഗവാൻ ആലാര കലാമൻ്റെ അടുത്തും ഉദകരാമ്പുത്തൻ്റെ അടുത്തും പോയിട്ട് 7ഉം 8ഉം ധ്യാനങ്ങൾ അഭ്യസിച്ചു. പക്ഷെ അതിലൂടെ മുക്തി കിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. വീണ്ടും അദ്ദേഹം ധ്യാനങ്ങളെക്കുറിച്ചിട്ട് എന്തിനാണ് പറയുന്നത്?
രണ്ട് ധ്യാനങ്ങളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അത് വൺ പോയിൻറ്റഡ് കോൺസെൻട്രേഷൻ ആയിരുന്നു, പക്ഷേ ഇവിടെ പ്രജ്ഞയുള്ള ധ്യാനമായിരുന്നു. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പണ്ട് അദ്ദേഹം തപശ്ചര്യയിലൂടെ ദുഃഖം മാത്രമാണ് അനുഭവിച്ചത്, അതിലൂടെ മുക്തി കിട്ടും എന്നാണ് അദ്ദേഹം കരുതിയത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം നേരെ വിപരീതമായിട്ടാണ് ചിന്തിക്കുന്നത്. സുഖത്തിലൂടെ എങ്ങനെ മുക്തി ലഭിക്കാം എന്നാണ് അദ്ദേഹം നോക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഈ കാര്യം ഇന്ന് ബുദ്ധൻ്റെ ധ്യാനം അനുഷ്ഠിക്കുന്ന എല്ലാവരും വളരെ പ്രാധാന്യത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് അകുശലമല്ലാത്ത കാമ സംബന്ധമല്ലാത്ത സുഖം നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സമയത്ത്, അതായത് ധ്യാനത്തിലൂടെയുള്ള സുഖം നമ്മളെ തീർച്ചയായിട്ടും നിർവ്വാണത്തിലേക്കാണ് നയിക്കുന്നത്. പക്ഷേ അതിൽ ആസക്തരാകരുത് എന്ന് മാത്രം. അതിനുശേഷം വിതർക്ക വിചാരങ്ങൾ സമാപ്തമായി ഞാൻ രണ്ടാമത്തെ ധ്യാനത്തിൽ പ്രവേശിച്ചു. അവിടെ പീതി, സുഖം, ഏകാഗ്രത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പീതി എന്ന് പറയുന്നത് മനസ്സിൻ്റെ സന്തോഷം, സുഖം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ സന്തോഷം, ഏകാഗ്രത എന്ന് പറയുന്നത് ചിത്തം ഒരേ ലക്ഷ്യത്തിൽ ഏകാഗ്രമായിരിക്കുന്ന അവസ്ഥ. എന്നാൽ ആ സുഖകരമായിട്ടുള്ള അനുഭവങ്ങൾ ഒന്നും തന്നെ എൻ്റെ മനസ്സിനെ ബാധിച്ചതേയില്ല. അതായത് ആ സുഖകരമായിട്ടുള്ള അനുഭവങ്ങളിൽ ഞാൻ ആസക്തനായിട്ടില്ല എന്നാണ് പറയുന്നത്. അതിനുശേഷം ആ പീതിയും സമാപ്തമാക്കിക്കൊണ്ട് ഞാൻ മൂന്നാമത്തെ ധ്യാനത്തിൽ പ്രവേശിച്ചു. അവിടെ സുഖവും ഏകാഗ്രതയും മാത്രമേ ഉള്ളൂ. എന്നാൽ ആ സുഖകരമായിട്ടുള്ള അനുഭവങ്ങളും എൻ്റെ മനസ്സിനെ ഒട്ടും തന്നെ ബാധിച്ചില്ല. എൻ്റെ മനസ്സ് അതിൽ ആസക്തമായില്ല. ദുഃഖവും സുഖവും ഉപേക്ഷിച്ചുകൊണ്ട്, സൗമനസ്സും ദൗമനസ്സവും ഉപേക്ഷിച്ചുകൊണ്ട്, സുഖമോ ദുഃഖമോ അല്ലാത്ത നാലാമത്തെ ധ്യാനത്തിൽ ഞാൻ പ്രവേശിച്ചു. അവിടെ ഉപേക്ഷ അല്ലെങ്കിൽ സമത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ സുഖകരമായിട്ടുള്ള അനുഭവങ്ങളും എൻ്റെ മനസ്സിനെ ബാധിച്ചില്ല. എൻ്റെ മനസ്സ് അത്തരം സമാധിയിൽ മുഴുകിയിരുന്ന സമയത്ത് അത് വളരെ പ്രകാശമാനമായിരുന്നു, ഉജ്ജ്വലമായിരുന്നു, കളങ്കമില്ലാത്തതായിരുന്നു, ദോഷമില്ലാത്തതായിരുന്നു, മൃദുവായിരുന്നു, ജോലി ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നതായിരുന്നു, നേരെയുള്ളതായിരുന്നു, ഇളക്കമില്ലാത്തതായിരുന്നു. അപ്പോൾ പൂർവ്വജന്മങ്ങളെ ഓർക്കാനായിട്ട് ഞാൻ എൻ്റെ മനസ്സിനെ നിയോഗിച്ചു. അപ്പോൾ പലതരത്തിലുള്ള പൂർവ്വജന്മങ്ങൾ അതിൻ്റെ മുഴുവൻ വിവരണത്തോടും കൂടി എനിക്ക് ഓർമ്മ വന്നു. രാത്രിയുടെ ഒന്നാമത്തെ യാമത്തിലുണ്ടായിരുന്ന അനുഭവമായിരുന്നു, ജ്ഞാനമായിരുന്നു അത്. അപ്പോൾ എനിക്ക് അവിദ്യ നഷ്ടമായി, വിദ്യ ഉൽപ്പന്നമായി, അന്ധകാരം നഷ്ടമായി, പ്രകാശം ഉൽപ്പന്നമായി. നിഷ്ഠയോടുകൂടി, അപ്രമാദത്തോടുകൂടി, ഉത്സാഹത്തോടുകൂടി ധ്യാനിക്കുന്ന ഏതൊരു സാധകനും ഇത് സാധ്യമാണ്. എന്നാൽ ആ സുഖകരമായിട്ടുള്ള അനുഭവം എൻ്റെ മനസ്സിനെ ബാധിച്ചില്ല. അതായത് അതിലും എൻ്റെ മനസ്സ് ആസക്തമായില്ല എന്നാണ് പറയുന്നത്. എൻ്റെ മനസ്സ് ആ തരം സമാധിയിൽ പ്രതിഷ്ഠിതമായിരുന്ന സമയത്ത് അത് ഉജ്ജ്വലമായിരുന്നു, പ്രകാശമാനമായിരുന്നു, കളങ്കമില്ലാത്തതായിരുന്നു, ദോഷമില്ലാത്തതായിരുന്നു, മൃദുവായിരുന്നു, ജോലി ചെയ്യിപ്പിക്കാവുന്നതായിരുന്നു, നേരെയുള്ളതായിരുന്നു, ചലനമില്ലാത്തതായിരുന്നു. അപ്പോൾ പ്രാണികളുടെ ജനന മരണത്തെക്കുറിച്ചുള്ള രഹസ്യം അറിയാനായിട്ട് ഞാൻ എൻ്റെ മനസ്സിനെ നിയോഗിച്ചു. മനുഷ്യർക്ക് അതീതമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ആ ദിവ്യ നേത്രത്താൽ ജീവികൾ മരിക്കുന്നതും ജനിക്കുന്നതും ഞാൻ കണ്ടു. നീചമായിട്ടുള്ള സ്ഥലത്ത്, നല്ല സ്ഥലത്ത്, സുന്ദരരായിട്ട്, വിരൂപരായിട്ട്, നല്ല സ്ഥലത്ത്, ചീത്ത സ്ഥലത്ത്, എങ്ങനെയാണ് പ്രാണികൾ അവരുടെ കർമ്മങ്ങൾക്ക് അനുസൃതമായിട്ട് ജനിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. രാത്രിയുടെ രണ്ടാം യാമത്തിലുണ്ടായിട്ടുള്ള അറിവായിരുന്നു അത്. അവിദ്യ നഷ്ടമായി, വിദ്യ ഉൽപ്പന്നമായി, ഇരുട്ട് ഇല്ലാതായി, പ്രകാശം ഉണ്ടായി. പ്രമാദമില്ലാതെ ഉത്സാഹത്തോടുകൂടി തപസ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഈ അനുഭവം ഉണ്ടാകും. എന്നാൽ സുഖകരമായിട്ടുള്ള ആ അനുഭവം എൻ്റെ മനസ്സിനെ ബാധിച്ചില്ല. എൻ്റെ മനസ്സ് ഇത്തരം സമാധിയിൽ മുഴുകിയിരുന്ന സമയത്ത് അത് വളരെ പരിശുദ്ധമായിരുന്നു, ശുദ്ധമായിരുന്നു, കളങ്കമില്ലാത്തതായിരുന്നു, ദോഷമില്ലാത്തതായിരുന്നു, മൃദുവായിരുന്നു, ജോലി ചെയ്യിപ്പിക്കാവുന്നതായിരുന്നു, അനക്കമില്ലാത്തതായിരുന്നു. ആസവങ്ങൾ ക്ഷയിക്കുന്ന ജ്ഞാനത്തിലേക്ക് ഞാൻ എൻ്റെ മനസ്സിനെ നയിച്ചു. അപ്പോൾ എനിക്ക് സത്യത്തിൽ ഇങ്ങനെ മനസ്സിലായി, ഇത് ദുഃഖമാണ്, ഇത് ദുഃഖത്തിൻ്റെ ഉദയമാണ്, ഇത് ദുഃഖത്തിൻ്റെ നിരോധമാണ്, ഇത് ദുഃഖത്തിൻ്റെ നിരോധനത്തിലുള്ള വഴിയാണ്. അതായത് നിർവ്വാണം ലഭിച്ചു എന്നാണ് ഭഗവാൻ പറയുന്നത്. സുഖമായിട്ടുള്ള വഴിയിലൂടെ ധ്യാനത്തിലൂടെ പോയിട്ട് അദ്ദേഹം നാലാമത്തെ ധ്യാനം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് നിർവ്വാണം കിട്ടി. അതിനാൽ ഈ സൂത്രം വീണ്ടും വീണ്ടും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം പണ്ട് ദുഃഖത്തിലൂടെ പോയിട്ട് നിർവ്വാണം കിട്ടാതിരുന്ന അദ്ദേഹം ധ്യാനത്തിൻ്റെ സുഖമായിട്ടുള്ള അനുഭവത്തിലൂടെയാണ് അദ്ദേഹത്തിന് നിർവ്വാണം കിട്ടിയത് എന്ന് പറയുന്നു. ഞാൻ ശരിയായിട്ട് എങ്ങനെ മനസ്സിലാക്കി? ഇത് ആസവങ്ങളാണ്, ഇത് ആസവങ്ങളുടെ സമുദയമാണ്, ഇത് ആസവങ്ങളുടെ നിരോധമാണ്, ഇത് ആസവങ്ങളുടെ നിരോധനത്തിലുള്ള വഴിയാണ്. ആസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളങ്കങ്ങൾ എന്നാണ് അർത്ഥം.
ഇങ്ങനെ ഇതിനെ അറിഞ്ഞപ്പോൾ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് കാമാസവത്തിൽ നിന്നും ഭവാസവത്തിൽ നിന്നും അവിദ്യാസവത്തിൽ നിന്നും വിമുക്തമായി. കാമാസവം എന്ന് പറയുന്ന സമയത്ത് ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കാനുള്ള ആ ആസവം, ആ കളങ്കം. അതേപോലെ തന്നെ ഭവാസവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും നല്ല സ്ഥലത്ത് അല്ലെങ്കിൽ ഇന്നടത്ത് ജനിക്കണമെന്നുള്ള ആ ആഗ്രഹം. അതേപോലെ തന്നെ അവിദ്യാസവം എന്ന് പറയുമ്പോൾ അവിദ്യ എന്ന അഴുക്ക് അത് പരിപൂർണമായിട്ടും ഇല്ലാതായി. വിമുക്തമായി കഴിഞ്ഞപ്പോൾ വിമുക്തമായി എന്ന ജ്ഞാനം എനിക്ക് ഉണ്ടായി. വിമുക്തസ്മിം വിമുക്തമിതി ജ്ഞാനം മഹോസി. അപ്പോൾ എനിക്കിങ്ങനെ മനസ്സിലായി, ജാതി പുനർജന്മം നഷ്ടമായി, ഉസിതം ബ്രഹ്മചര്യം പൂർത്തിയായി. ഏതൊന്ന് ചെയ്യണമോ അത് ചെയ്ത് തീർത്തു. ഇനി എനിക്ക് ഒരു സ്ഥലത്തും പുനർജനിക്കേണ്ട ആവശ്യമില്ല. രാത്രിയുടെ 3-ാമത്തെ യാമത്തിലുണ്ടായിട്ടുള്ള ജ്ഞാനമായിരുന്നു ഇത്. അവിദ്യ നഷ്ടമായി, വിദ്യ ഉൽപ്പന്നമായി. അന്ധകാരം നഷ്ടമായി, പ്രകാശം ഉൽപ്പന്നമായി. ഏതൊരു സാധകനും ഇപ്രകാരം അപ്രമാദത്തോടുകൂടി ധ്യാനിക്കുകയാണെങ്കിൽ അവനും ഈ അവസ്ഥ ലഭിക്കുന്നതാണ്. എന്നാൽ ഈ സുഖകരമായിട്ടുള്ള അനുഭവവും എൻ്റെ മനസ്സിനെ ബാധിച്ചില്ല. അതായത് ഞാൻ ഇതിലും ആസക്തനായില്ല എന്നാണ് പറയുന്നത്. അതായത് നിർവ്വാണത്തിൻ്റെ അനുഭവം, അതിൽ പോലും അദ്ദേഹം ആസക്തനായിട്ടില്ല എന്നാണ് പറയുന്നത്. നേരത്തെ ദുഃഖാനുഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിൽ അദ്ദേഹം ദ്വേഷം പുലർത്തിയില്ല. അതിനുശേഷം സുഖാനുഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിൽ രാഗം പുലർത്തിയില്ല. പക്ഷേ നിർവ്വാണത്തിന് അദ്ദേഹം പിന്തുടർന്നത് സുഖത്തിൻ്റെ മാർഗമാണ്, ധ്യാനത്തിൻ്റെ മാർഗമാണ്. ഈ കാര്യം നമ്മൾ വളരെ പ്രത്യേകം ശ്രദ്ധയോടുകൂടി ഓർക്കുക. അഗ്നിവേശന, ഞാൻ ഈ ധർമ്മത്തെ 100 കണക്കിന് ആൾക്കാരുള്ള സഭയിൽ പറഞ്ഞതായിട്ട് ഓർക്കുന്നു. അപ്പോൾ ഓരോ വ്യക്തിയും ഇങ്ങനെയാണ് വിചാരിച്ചിരുന്നത്, ഞാൻ ആ ധർമ്മം ആ വ്യക്തിയെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് എന്ന്. എന്നാൽ അതിനെ ഇങ്ങനെ കാണേണ്ടതില്ല. മറ്റുള്ളവർ മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് തഥാഗതൻ ധർമ്മം ഉപദേശിക്കുന്നത്. ആ ധർമ്മപ്രവചനം അവസാനിക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും എൻ്റെ മനസ്സിനെ ശാന്തമാക്കി സമാധിയിൽ പ്രതിഷ്ഠിതമാക്കുന്നു. ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്ന ആ ധ്യാനം തന്നെയാണ് ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നത്. പണ്ട് ഞാൻ ചെയ്ത ആ ധ്യാനം തന്നെയാണ് ഇപ്പോഴും ഞാൻ ധ്യാനിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ കാര്യം വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. പണ്ട് ഭഗവാൻ അറിഞ്ഞ ആ ധ്യാനങ്ങൾ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും അഭ്യസിച്ചു കൊണ്ടിരുന്നത്. ഒരു ധർമ്മപ്രവചനം കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം വീണ്ടും മനസ്സ് ധ്യാനത്തിലാക്കി നിർത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ സച്ചകൻ ഇങ്ങനെ പറഞ്ഞു, താങ്കൾ ഒരു അർഹന്തൻ തന്നെയാണ്, സമ്മാസംബുദ്ധൻ തന്നെയാണ്. അതാണ് എൻ്റെ വിശ്വാസം. എന്നാൽ താങ്കൾ എപ്പോഴെങ്കിലും പകൽ സമയത്ത് ഉറങ്ങിയതായിട്ട് ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ഉള്ളതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. വേനൽക്കാലത്തെ അവസാനത്തെ മാസത്തിൽ ഞാൻ എൻ്റെ വസ്ത്രത്തെ 4ആയിട്ട് മടക്കിക്കൊണ്ട് എൻ്റെ വലതുവശം ചരിഞ്ഞ് ഞാൻ കിടന്നു. ഇടതുകാൽ വലതുകാലിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ കിടന്നത്. എന്നിട്ട് സതീ സമ്പജന്യത്തോടുകൂടി ഞാൻ കിടന്നു എന്നാണ് പറയുന്നത്. അതായത് അങ്ങനെ കിടക്കുന്ന സമയത്തും സതീ സമ്പജന്യം അദ്ദേഹത്തെ വിട്ടുമാറിയിരുന്നില്ല, ജാഗ്രത അദ്ദേഹത്തെ വിട്ടുമാറിയിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സച്ചകൻ പറഞ്ഞു, ചില ബ്രാഹ്മണന്മാർ ഇതിനെ മോഹനിദ്ര അല്ലെങ്കിൽ സമ്മോഹവിഹാരം എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അഗ്നിവേശന, ഒരു വ്യക്തി മോഹമുള്ളവനാണോ അല്ലെങ്കിൽ പ്രജ്ഞയില്ലാത്തവനാണോ എന്ന് വ്യാഖ്യാനിക്കേണ്ടത് ഈ തരത്തിലല്ല. ഒരു വ്യക്തി മോഹമുള്ളവനാണോ അല്ലയോ എന്ന് നിർണ്ണയിക്കുന്നതിന് വേറൊരു മാർഗമുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കുക, ഞാൻ പറയാം. ശരി ബന്ദേ എന്ന് പറഞ്ഞ് സച്ചകൻ പ്രത്യുത്തരം കൊടുത്തു. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു, ഏതൊരു വ്യക്തി ദോഷമുണ്ടാക്കുന്ന, കളങ്കമുണ്ടാക്കുന്ന ആസവങ്ങളെ, പുനർജന്മമുണ്ടാക്കുന്ന ദുഃഖം, അതേപോലെ തന്നെ വാർദ്ധക്യം, മരണം, ഇവയുണ്ടാക്കുന്ന ആസവങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ലയോ, അവനെയാണ് മോഹമൂഢിതൻ എന്ന് പറയേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. ആസവാനൻഹി അഗ്നിവേശന അപ്പഹാണ സമ്മൂളോ ഹോതി. അഗ്നിവേശന, ഏതൊരു വ്യക്തി ആസവങ്ങളെ നഷ്ടമാക്കിയിട്ടില്ലയോ ആ വ്യക്തിയെയാണ് മോഹമൂഢിതൻ എന്ന് പറയുന്നത്. ഏതൊരു വ്യക്തി ആ ദോഷമുണ്ടാകുന്ന, കളങ്കമുണ്ടാകുന്ന, പുനർജന്മം തരുന്ന, ദുഃഖവും ശോകവും വാർദ്ധക്യവും മരണവും തരുന്ന ആ ആസവങ്ങളെ ഏതൊരു വ്യക്തി ശമിപ്പിച്ചുവോ ആ വ്യക്തി മോഹമൂഢിതനല്ല എന്ന് ഞാൻ പറയുന്നു. ആസവങ്ങളെ നിങ്ങൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മോഹമൂഢിതനല്ല. തഥാഗതൻ ആ ആസവങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ട്. ആ ആസവങ്ങൾ ദോഷമുള്ളതാണ്, പുനർജന്മം തരുന്നതാണ്, ദുഃഖം ദോർമനസം ഉണ്ടാക്കുന്നതാണ്,
ജര, മരണം ഉണ്ടാക്കുന്നതാണ്. ആ ആസവങ്ങളെ അടിയോടുകൂടി തഥാഗതൻ മുറിച്ചു കളഞ്ഞു. ഒരു പനയുടെ അറ്റം മുറിക്കുന്നത് പോലെ അതിനെ മുറിച്ചു കളഞ്ഞു. ഇനി അത് ഒരിക്കലും വളരില്ല. ഒരു പനമരത്തിൻ്റെ തല മുറിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ അത് വളരാത്തതുപോലെ ഒരു തഥാഗതൻ തൻ്റെ ആസവങ്ങളെ പരിപൂർണമായിട്ടും ഇല്ലാതാക്കി. അതിനാൽ ഭാവിയിൽ അത് ഒരിക്കലും വളരുന്നതല്ല. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ സച്ചകൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു: ആശ്ചര്യം ബന്ദേ, അത്ഭുതം ബന്ദേ. ഗൗതമശാസ്താവിനെ ഇപ്രകാരം പല രീതിയിലും ആക്രമിച്ചിട്ടും ഔചിത്യമില്ലാതെ ഇടയ്ക്ക് കയറി പറഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ നിറം ഒരിക്കലും മങ്ങിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ നിറം ഒരിക്കലും മങ്ങിയിട്ടില്ല. ശരീരത്തിൻ്റെ നിറവും മുഖത്തിൻ്റെ നിറവും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു അർഹന്തനെ പോലെ, ഒരു സമ്മാസംബുദ്ധനെ പോലെ. ഞാൻ പുരാണ കസബനുമായിട്ട് വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടത് ഓർക്കുന്നു. അദ്ദേഹം ആ വാദത്തെ ഒഴിവാക്കി ആ വാദത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ചു, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിർത്തി വഴിതെറ്റിച്ചു. എന്നിട്ട് അദ്ദേഹം ദ്വേഷവും വെറുപ്പും വിദ്വേഷവും പ്രകടിപ്പിച്ചു. എന്നാൽ ഗൗതമശാസ്താവിനെ വീണ്ടും വീണ്ടും വാക്കുകളുണ്ട് ആക്രമിച്ചിട്ടും ഇടയ്ക്ക് കയറി പറഞ്ഞിട്ടും ഔചിത്യമില്ലാതെ സംസാരിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ തൊലിയുടെ വർണ്ണം കൂടുതൽ ഉജ്ജ്വലമാകുന്നു, മുഖത്തിൻ്റെ പ്രഭ കൂടുതൽ ഉജ്ജ്വലമാകുന്നു. ഒരു അർഹന്തനെ പോലെ, സമ്മാസംബുദ്ധനെ പോലെ. ഞാൻ മഖലി ഗോസാല, അജിത കേസല കമ്പള, പകുദ്ധ കച്ചായന, സഞ്ജയ ബേലട്ടപുത്ത്, നികണ്ഠ ജ്ഞാതപുത്ത് ഇവരോടെല്ലാം വാദപ്രതിവാദം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാവരും ആ വാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ആ വാദത്തിനെ വഴിതെറ്റിച്ചു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വഴിതെറ്റിച്ചു. എന്നിട്ട് ദ്വേഷവും വെറുപ്പും വിദ്വേഷവും പ്രകടിപ്പിച്ചു. എന്നാൽ ഗൗതമശാസ്താവിനെ വീണ്ടും വീണ്ടും വാക്കുകൾ കൊണ്ട് ആക്രമിച്ചിട്ടും ഇടയ്ക്ക് കയറി പറഞ്ഞിട്ടും അദ്ദേഹത്തെ നിന്ദിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ തൊലിയുടെ വർണ്ണം കൂടുതൽ ഉജ്ജ്വലമായി, മുഖത്തിൻ്റെ വർണ്ണം കൂടുതൽ ഉജ്ജ്വലമായി. താങ്കൾ അർഹന്തനാണ്, താങ്കൾ ഒരു സമ്മാസംബുദ്ധനാണ്. എങ്കിൽ ശരി ഗൗതമശാസ്താവേ, എനിക്ക് പോകേണ്ടിയിരിക്കുന്നു. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു: ശരി അഗ്വേസ, താങ്കൾക്ക് ഇഷ്ടമുള്ളത് താങ്കൾ ചെയ്യുക. അപ്പോൾ സച്ചകൻ ഭഗവാൻ പറഞ്ഞത് ശരി എന്ന് സമ്മതിച്ചു. എന്നിട്ട് തൻ്റെ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റ് തിരിച്ചുപോയി. മഹാസച്ചക സുത്തം നിശ്ചിതം. ധ്യാനത്തിൻ്റെ സുഖങ്ങളിലൂടെ കടന്നുപോയി നമ്മൾക്കൊരിക്കലും മുക്തി ലഭിക്കില്ല എന്ന് പറയുന്നവർക്ക് തീർച്ചയായിട്ടും ഈ സൂത്രം നിങ്ങൾ ഫോർവേഡ് ചെയ്യുക. ശരീരത്തിൽ ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് മാത്രമേ നമ്മൾക്ക് മുക്തി ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്നവർക്കും ഈ സൂത്രം നിങ്ങൾ അയച്ചു കൊടുക്കുക. സൂത്രം ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇനി അല്പസമയം പുണ്യവിതരണം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വ പ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വ പ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വ പ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വ പ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.